ഇന്ന് കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. കാലാവസ്ഥയുടെ പ്രതികൂലതകളൊന്നും നമുക്ക് ഇന്ന് അത്ര സാരമായി നമ്മളെ ബാധിച്ചിട്ടില്ല. നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ ആണ് ഇന്ന് ഈ ആരാധനയിൽ ഒരുമിച്ച് വരാനായിട്ട് ദൈവം സഹായിക്കുന്നത്. ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകണം? നല്ല സന്തോഷം ഉണ്ടാകണം, അല്ലേ? അപ്പോൾ ഈ സന്തോഷം എങ്ങനെയാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്? നമ്മുടെ മുഖത്ത് ആ സന്തോഷം ഉണ്ടാകണം. വചനം കേൾക്കുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ, ആരാധിക്കുമ്പോൾ, ആരാധനയുടെ ഭാഗമാകുമ്പോൾ, പാട്ട് പാടുമ്പോൾ, എല്ലാ സമയത്തും ആരാധിക്കാൻ വരുന്ന ജനത്തിൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം ഉണ്ടാകണം, കേട്ടോ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സന്തോഷവും ആനന്ദവും നീ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, കേൾക്കണം. എന്ത് കേൾക്കണം? ഇസ്രായേൽ ഏക ദൈവമുണ്ട്, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അപ്പോൾ ആ ദൈവത്തെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം സന്തോഷവും ആനന്ദവും. ദൈവമേ നീ എന്നെ കേൾക്കുമാറാക്കണമേ. അപ്പോൾ നിങ്ങളിതിനെ കുറച്ച് നേരം ദൈവസന്നിധിയിൽ ദൈവം നൽകുന്ന സന്തോഷത്തെ കേൾക്കാനായിട്ട് നിങ്ങളുടെ ചെവികളെ പരമാവധി ചേർത്ത് വയ്ക്കണം. മറ്റൊരു ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരരുത്. വളരെ സന്തോഷത്തോടെ നിങ്ങളിരിക്കണം. ഒരു ടെൻഷനും വേണ്ട, ഒരു സങ്കടവും വേണ്ട. വളരെ സമാധാനത്തോടെ ഒരു പീസ്ഫുൾ മൈൻഡോടുകൂടെ ദൈവശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ ഇരിക്കണം. യേശുവിൻ്റെ അരികിൽ വന്നവരെല്ലാം വചനം കേട്ടിട്ട് എങ്ങനെയാണ് മടങ്ങിപ്പോകുന്നത്? സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോകുന്നത്. വളരെ മൈൻഡ് ഫ്രീ ആക്കിയിട്ടാണ് അവർ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ ഹൃദയം കുറച്ചുകൂടെ ഫ്രീ ആകണം. നമ്മളിന്ന് പാടിയല്ലോ, നമ്മുടെ കല്ലായുള്ള ഹൃദയങ്ങളെ മാറ്റി എങ്ങനെയുള്ള ഹൃദയം നമുക്ക് വേണം? മാംസളമായുള്ള ഹൃദയം വേണം. അപ്പോൾ പാടിയതാരാണ്? നമ്മളാണ്. അപ്പോൾ ദൈവം അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം നമുക്കത് തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കാനായി നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. വചനത്തിന് വെളിയിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ദൈവം എനിക്ക് നൽകിയൊരു ബോധ്യമാണ്, വചനം പറയാനായിട്ട് ദൈവം അവസരം തന്നാൽ എന്ത് തന്നെ പറയണം? വചനം തന്നെ പറയണം. പുറത്ത് നിങ്ങളോട് പറയാനായിട്ട് ഒത്തിരി നോളേജ് നമുക്കൊക്കെ കിട്ടും. പക്ഷെ ആ നോളേജ് വേറെ. ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പറയാനുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു കാര്യങ്ങളും ഒരു സംഭവങ്ങളും ഞാൻ ചേർത്ത് വയ്ക്കാത്തത്. ഞാൻ ബൈബിളിനകത്തുനിന്ന് പരമാവധി ഇതിനകത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഇതിനകത്തുള്ളത് തന്നെ പറഞ്ഞാൽ തീരില്ല, അത്രയും ഉണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത്, നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പ്രിയ പുരോഹിതരാണ്. അപ്പോൾ പ്രിയ പുരോഹിതരാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? വിശുദ്ധി ഉണ്ടാകണം. നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഒരു വശത്ത് നിന്ന് നമ്മൾ അശുദ്ധരാണെന്ന് ഒരാളെ വാദിച്ചാലും ദൈവം നമുക്ക് വേണ്ടി വാദിച്ച് നമുക്ക് പുതിയ വസ്ത്രം നൽകി നമ്മൾ ശുദ്ധിയുള്ളവരാക്കി മാറ്റും. എന്നിട്ട് കുഞ്ഞാടിൻ്റെ രക്തത്താൽ 3 സ്ഥലങ്ങളിൽ നമ്മളെ മുദ്രയിടും. എവിടെയൊക്കെയാണ്? വലത് ചെവി, വലത് കൈ, വലത് കാല്. ഇതെല്ലാം നിങ്ങൾ ഓർമ്മിച്ചു. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി, ഇതെല്ലാം നമ്മൾ ക്രമീകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതോടൊപ്പം രാവിലെയും വൈകുന്നേരവും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക ഒരു ശീലം ഉണ്ടായാൽ ദൈവം പറയുന്നു, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങളെ വിട്ട് പോകില്ല, ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും, ഇമ്മാനുവേലായി നിങ്ങളോട് കൂടെ വസിക്കും. അങ്ങനെ നമ്മളോട് കൂടെ വസിക്കാനായി ദൈവം നമുക്ക് നൽകിയിട്ട് പോയ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. ദൈവം കർത്താവിനെ തൻ്റെ അരികിലേക്ക് വിളിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, പക്ഷേ ഞാൻ പോയാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളോട് കൂടെ ഇരിക്കും, കാര്യങ്ങൾ പറഞ്ഞു തരും, നിങ്ങളോട് കൂടെ എപ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കും. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദൈവവചനത്താൽ, ദൈവാത്മാവിനാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്, കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇന്ന് ലേഖന ഭാഗത്തു നിന്ന് വായിച്ചത്. ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം ഞാൻ ആദ്യം പറഞ്ഞു പോകാം. അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗം വളരെ മനോഹരമായിട്ടാണ് നമ്മോട് പറയുന്നത്. ഈ അധ്യായത്തിന് തൊട്ടു മുന്നിലൊരു അധ്യായമുണ്ട്, 11-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ പൗലോസിനോടൊപ്പം ആ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്തിരുന്നവർ പൗലോസുമായിട്ടൊരു ആശയ സംവേദനത്തിനുള്ള സാഹചര്യം ഉണ്ടാകുകയാണ്. ഇവർ തമ്മിൽ പലതും സംസാരിക്കേണ്ടി വരുന്നു. ഇവർ തമ്മിൽ ആശയങ്ങളിൽ ഭിന്നതയുണ്ടാകുന്നു, പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പൗലോസിൻ്റെ ശുശ്രൂഷയെ അവർ വില കുറച്ച് പലതും പറഞ്ഞ് ആക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. അങ്ങനെ പൗലോസ് താൻ ആരാണെന്നും
തനിക്ക് ലഭിച്ച ദൈവസ്നേഹം എവിടെ നിന്നാണെന്നും അതിൻ്റെ വില എത്ര വലുതാണെന്നും അവരോട് പറയാനായി ആഗ്രഹിക്കുന്നതാണ് 12-ാമത്തെ അധ്യായം. പൗലോസ് തനിക്ക് ലഭിച്ച ദൈവാനുഭവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. കാരണം നിങ്ങൾ എന്നെക്കുറിച്ച് പലതും മോശമായിട്ട് പറയുന്നുണ്ട്, അനാവശ്യമായി എന്നോട് നിങ്ങൾ പലതും സംസാരിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ ഇനി പറയാതെ പോകുന്നത് ശരിയല്ല. ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. പൗലോസിൻ്റെ ജീവിതം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് നിങ്ങളോട് പറയാൻ പോകുകയാണ്. പൗലോസ് ഇത്രയും കാലം പൗലോസിന് കിട്ടിയ ദർശനങ്ങളെക്കുറിച്ചും വെളിപാടുകളെക്കുറിച്ചും ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും ആ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. 14 വർഷം അദ്ദേഹത്തിന് കിട്ടിയ ദൈവ അനുഭവത്തെ അദ്ദേഹം ഉള്ളിൽ സൂക്ഷിച്ചു വച്ചു. 14 വർഷം മുമ്പ് താൻ ആരായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. 14 വർഷം മുമ്പ്, തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചാൽ അറിയാം, തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു 14 വർഷം മുമ്പ് എനിക്കൊരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടായി, എനിക്കൊരു ആത്മീയ അനുഭവമുണ്ടായി. ബഹുമാനമുള്ള അച്ഛൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു സ്വർഗീയ അനുഭവം എനിക്കുണ്ടായി. ഞാൻ സ്വർഗത്തെ കണ്ടു, സ്വർഗം എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടു, സ്വർഗീയ ദർശനത്തെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ സ്വർഗീയ സാന്നിധ്യത്തിലേക്ക് ഇറക്കപ്പെട്ടു. 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ പൗലോസ് എന്ന ഞാൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ അല്ലയാതെയോ എന്ന് എനിക്ക് അറിയില്ല. അവിടെ വെച്ച് ദൈവം എന്നോട് മനുഷ്യന് ഉച്ചരിക്കാൻ പാടില്ലാത്തതും അത് മനുഷ്യന് മനസ്സിലാകാത്തതുമായ സ്വർഗീയ അനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് വെളിപാട് തന്നു. ഞാൻ സ്വർഗത്തിൻ്റെ കാഴ്ചകളെ കണ്ടു, ഞാൻ സ്വർഗീയ അനുഭവത്തിലേക്ക് ഞാൻ വന്നു. അദ്ദേഹം പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്കും ഇതുപോലെ ചില സ്വർഗീയ അനുഭവങ്ങൾ നമുക്ക് വേണ്ടി വച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, തൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ഒരു സ്വർഗത്തിൻ്റെ ഒരു അനുഭവം ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം സ്വർഗത്തെ കാണിച്ചു തരാനായി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നാൽ അത് നടക്കുകയില്ല. നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹിക്കുന്നവർക്ക് ദൈവം സ്വർഗീയ നന്മകളെ നൽകി അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 51-ാം വചനം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാമത്തെ വചനം യോഹന്നാൻ നമ്മോട് പറയുകയാണ്. വളരെ മനോഹരമാണത്. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് അവനോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? നഥനയേലിനോട് പറയുകയാണ്. നഥനയേലിന് യേശുവിനെ കാണാനായിട്ട് ഒരു ആഗ്രഹമുണ്ടായി. നഥനയേൽ ചെയ്തിരുന്നത്, നഥനയേൽ അത്തിയുടെ കീഴിലിരുന്ന് വചനം പഠിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അത്തിയുടെ കീഴിലിരുന്ന് വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് യഹൂദന്മാർ ചെയ്തിരുന്നത്, അവർ അത്തിയുടെ കീഴിലിരുന്ന് വചനം പഠിക്കാനായി ഒരുമിച്ച് ചേർന്ന് വരും. അത്തിയുടെ കീഴിലിരുന്നാണ് അവർ വചനം പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്നലെ വായിച്ച സെഖര്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം അധ്യായത്തിലും നമ്മൾ ഒടുവിൽ എത്തുന്ന ഒരു കൺക്ലൂഷൻ ഇങ്ങനെയാണ്. ഒടുവിൽ ഓരോരുത്തരും അവനവൻ്റെ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കും മുന്തിരിത്തോട്ടത്തിൻ്റെ അരികിലേക്കും ചേർന്ന് വരും എന്ന് പറഞ്ഞാൽ വചനം പഠിക്കാനായി ഒരുമിച്ച് ചേർന്ന് വരും എന്നതാണ് അർത്ഥം. അപ്പോൾ യേശു പറയുകയാണ്, നഥനയേലേ, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? നീ വചനം കേൾക്കാനായിരുന്നപ്പോൾ, വചനം പഠിക്കാനായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. നീ വചനം പഠിക്കാനായിരുന്നപ്പോൾ നിന്നെ ദൈവം കണ്ടു. അപ്പോൾ നമ്മൾ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന മക്കളെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നഥനയേലിന് കൊടുക്കുന്ന ഒരു അഡീഷണൽ ഗിഫ്റ്റാണ്, നീ ഇതിനേക്കാൾ വലുത് കാണും. നീ ഇന്ന് വചനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കാനായി താല്പര്യപ്പെട്ടെങ്കിൽ നിന്നോട് ദൈവത്തിന് പറയാനുള്ള ഒരു കാര്യമാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. നഥനയേലിനോട് പറഞ്ഞെങ്കിൽ ഇത് നമുക്കുമുള്ള ഒരു വാഗ്ദത്തമാണ്. ബൈബിളിൽ ഒരു വാഗ്ദത്തം പറയുമ്പോൾ അതിന് ആ കാലഘട്ടത്തിൽ ഒരർത്ഥവുമുണ്ട്,
ഇനി വായിക്കുന്നവർക്ക് അതേ കോണ്ടെക്സ്റ്റിൽ പുതിയൊരു അർത്ഥമുണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ ഇത് ആരോട് പറഞ്ഞു? നഥനയേലിനെ മുന്നിൽ നിർത്തി പറഞ്ഞു, നിനക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് നമ്മളോട് പറയുകയാണ്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു സ്വർഗീയത്തിൻ്റെ കാഴ്ച കാണാൻ പറ്റും. വിശ്വാസമുണ്ടോ? ഈ ഭൂമിയിലുള്ളതിനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ അത് കാണാൻ പറ്റത്തില്ല. വചനത്തിലൂടെ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് വന്ന് വചനം വായിച്ച് പഠിച്ച് കേട്ട് വചന ഹൃദയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ദൈവം നിങ്ങളെ സ്വർഗത്തിൻ്റെ കാഴ്ചകളെ കാണിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാണാത്ത കാര്യങ്ങളെയല്ല ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു അനുഭവം നിങ്ങൾ ഒരിക്കൽ കണ്ടാലുണ്ടല്ലോ, പിന്നീട് ഈ ലോകത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് വില കുറഞ്ഞതാണെന്ന് തോന്നും. നിങ്ങൾക്കത് ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് എങ്ങനെയെന്നറിയാമോ? ഈ ലോകത്തിൽ ജീവിക്കണം, ഈ ലോകത്തിൽ പരമാവധി ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ഉയർന്നു വരണം. പക്ഷേ ഒരു ദിവസം ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വർഗത്തിൻ്റെ ഒരു അത്ഭുത കാഴ്ചയെ ദൈവം എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഞാൻ ആ കാഴ്ച കാണുമ്പോൾ എൻ്റെ 2 കണ്ണും ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. കണ്ണടഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ കണ്ണൊക്കെ തപ്പി നോക്കി കണ്ണിങ്ങനെ തുറന്നിരിക്കുകയാണ്. ആ കാഴ്ച എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കാഴ്ച എൻ്റെ വാക്കുകൾ കൊണ്ട് നിങ്ങളോട് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ ആ കാഴ്ച കണ്ട് കഴിയുമ്പോൾ, ആ സ്വർഗീയ അനുഭവം കണ്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, എത്രയും വേഗം ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് അങ്ങോട്ടൊന്ന് പോയിരുന്നെങ്കിലെന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നിയ ഒരു ആഗ്രഹമാണ്. നിങ്ങളുടെ ഹൃദയത്തിലും ഈ ഒരു ആഗ്രഹം ഈ നാളുകളിൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ കഷ്ടതകൾ നിങ്ങൾക്ക് ഏറ്റവും ചെറുതെന്ന് എണ്ണാനായിട്ട് പറ്റും. രോഗം വന്നാൽ, കഷ്ടത വന്നാൽ, ഭാരം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ, എന്ത് വന്നാലും നമ്മൾ പറയും ഇനി മരണമോ രോഗമോ കഷ്ടമോ എന്ത് വന്നാലും ഇതൊന്നും കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയുടെ സന്തോഷം ഓർക്കുമ്പോൾ ഏറ്റവും ചെറുതാണെന്ന് നമ്മൾ പറയും. ശരിയല്ലേ? നമുക്കങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റണം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്നാൽ നിത്യതയിൽ നമ്മൾ കാണാത്ത ഒരു സന്തോഷം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാനായിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ അതിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു സംഭവമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകം നിങ്ങൾക്ക് വലുതായിട്ടൊന്നും തോന്നുകയില്ല. അതുകൊണ്ട് പൗലോസ് ഒരു കാര്യം പറയും, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. മനസ്സിലായോ? അതാണ് അതിൻ്റെ അർത്ഥം. ഇന്നു മുതൽ നിങ്ങൾ കർത്താവിനെ അറിഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങൾ പോകുന്നത് സ്വർഗീയ പറുദീസയിലേക്കാണ്. അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. പൗലോസിൻ്റെ അടുക്കൽ ജഡീക കാര്യങ്ങൾ പറഞ്ഞ് പൗലോസിനെ തകർക്കാനും തളർത്താനുമായിട്ട് ശ്രമിച്ചവരോട് പൗലോസ് പറയുകയാണ്, എനിക്ക് ലോകത്തിലെ കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് 14 വർഷം മുമ്പ് ഒരു സ്വർഗത്തിൻ്റെ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. അന്ന് ദൈവം എനിക്ക് വെളിപാടുകളെ നൽകി. ദൈവം സ്വർഗത്തിൻ്റെ കാഴ്ചകൾ എന്നോട് കാണിച്ചു. മനുഷ്യരോട് പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റാത്ത സ്വർഗീയ അനുഭവങ്ങൾ എനിക്കുണ്ട്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ കർത്താവായ യേശുവിനെ രക്ഷകനെന്ന് വിളിച്ചു പറയുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. നിങ്ങളോടുള്ള ജഡത്തിൻ്റെ ബന്ധത്തിൽ നിന്നല്ല, ആത്മാവിൻ്റെ ശക്തിയിലും കരുത്തിലും നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നഥനയേലിനോട് യേശു പറഞ്ഞു, നിങ്ങൾ വചനത്തിൻ്റെ സന്നിധിയിൽ വചനമെടുത്ത് വിശ്വസ്തതയോടെ ചേർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാം. അതാണ് 2 പ്രാവശ്യം പറയുന്നത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കും കാണാം. വചനത്തോട് ചേർന്നിരുന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വർഗത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ചേർന്ന് വരാനായി സാധിക്കും. വെളിപാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അനന്തരം സ്വർഗത്തിൻ്റെ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ സുവിശേഷം എഴുതിയതും ആരാണ്? യോഹന്നാനാണ്. അപ്പോൾ യോഹന്നാനാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും പരാമർശിക്കുന്നത്. യോഹന്നാൻ നിൽക്കുന്ന കോണ്ടെക്സ്റ്റിലാണ് ഈ വാക്ക് യേശു നഥനയേലിനോട് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. യേശുവിൻ്റെ കൂടെ യേശു ഈ വാക്ക് നഥനയേലിനോട് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് യേശുവിൻ്റെ അരികിൽ നിൽക്കുന്നത് യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനാണ്. അന്ന് യോഹന്നാൻ സ്വർഗത്തിൻ്റെ കാഴ്ചകളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അന്ന് യോഹന്നാൻ ഒന്നും കണ്ടിട്ടില്ല. അന്ന് നഥനയേലിനോട് ഈ വാക്ക് യേശു പറയുമ്പോൾ യേശുവിൻ്റെ അരികിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വർഗത്തിൻ്റെ അനുഭവമുണ്ടെന്ന് യോഹന്നാൻ കേട്ടു.
ആ കേട്ടതിനെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നഥനയേലിനോട് പറഞ്ഞ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചത്. മറ്റൊരിടത്തും അത് രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ മാത്രമാണ് രേഖപ്പെടുത്തിയത് ഇത്ര ആഴമായിട്ട്. കാരണം ഈ പറഞ്ഞതിനുള്ളിൽ എന്തോ സത്യമുണ്ട് എന്ന് യോഹന്നാൻ അറിയാം. നഥനയേലിനോട് പറഞ്ഞു, ഇതിനേക്കാളും വലുത് നീ കാണും. പക്ഷേ നഥനയേൽ അല്ല അത് കണ്ടതാരായിരുന്നു? യോഹന്നാനായിരുന്നു. യേശു പറഞ്ഞു, നീ ഇതിനേക്കാൾ വലുത് കാണുമെന്ന് നഥനയേലിനെ മുന്നിൽ നിർത്തി പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് നിന്ന ഒരു വ്യക്തി അത് കേട്ടു. ദൈവം നമ്മളോട് പറയുകയാണ്, നീ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇത് കാണാനുള്ള ഒരു ആകാംക്ഷ, ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കേട്ടിട്ട് വെറുതെ പോകരുത്. യേശുവിൻ്റെ അരികിൽ നിന്ന് ഇത് കേട്ട ബാക്കി ശിഷ്യന്മാരുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ സ്പിരിച്വൽ എൻകൗണ്ടറിൽ സ്വർഗത്തിൻ്റെ കാഴ്ചകളെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു മനുഷ്യന് അത് കാണാനും പറ്റി, നമ്മളോട് പറയാനും പറ്റി. എന്തുകൊണ്ടാണ്? കേട്ട വചനത്തെ യോഹന്നാൻ ഏറ്റെടുത്ത് വിശ്വസിച്ചു. നിങ്ങൾ ഇന്ന് പോകുമ്പോൾ യോഹന്നാൻ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്കും വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്കും സ്വർഗത്തിലെ അപ്പൻ ഒരുക്കിയിട്ടുള്ള ആ സ്ഥലത്തെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണാനായി ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നഥനയേലിനോട് പറഞ്ഞു, കൂടെ നിന്ന് യോഹന്നാൻ കേട്ടു, യോഹന്നാൻ ആഗ്രഹിച്ചു, യോഹന്നാൻ കണ്ടു. യോഹന്നാൻ കണ്ടതിനെക്കുറിച്ച് പറയുകയാണ്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം എന്നോട് പറഞ്ഞത്, നീ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും ഞാൻ കണ്ടു. ഇത് ആര് പറഞ്ഞതാണ്? യേശു പറഞ്ഞതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ വെച്ച് യേശു പറഞ്ഞതാണ്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിത് കാണും. അപ്പോൾ കാണുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കണം. നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റും. ഒരു പുസ്തകമുണ്ട്, ഹെവൻ ഈസ് റിയൽ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ വായിക്കണം. സ്വർഗം യാഥാർത്ഥ്യമാണ്. അതിൻ്റെ മലയാള പരിഭാഷയൊക്കെ ഉണ്ട്. സ്വർഗം യാഥാർത്ഥ്യമാണ്, സ്വർഗം സത്യമാണ്. അത് യേശു പറഞ്ഞതാണ്. യേശു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരിക്കലും നമുക്കില്ല എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ജഡീക മനുഷ്യന് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്നാണ്? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന്. ഈ ലോകത്തിലെ മനുഷ്യൻ ജഡീക ഭാഷയിൽ പൗലോസിനോട് സംസാരിക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ സ്വർഗത്തിൻ്റെ കാഴ്ചകളിലൂടെ വെളിപാട് ലഭിച്ച ഒരാളാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ കാഴ്ചകളിൽ നിങ്ങളോട് സംസാരിക്കാനായി ആഗ്രഹിക്കുന്നില്ല. 12-ാം അധ്യായത്തിലേക്ക് വരിക, 2 കൊരിന്ത്യർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. അത് 5-ാമത്തെ വാക്യം വരെ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കും. ഇതെല്ലാം കണ്ടു. 4-ാമത്തെ വാക്യത്തിൽ, മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിഞ്ഞു. അതായത് അവിടെ വെച്ച് എന്തോ പുതിയ കാര്യങ്ങളെ അദ്ദേഹം കേട്ടു. ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ കണക്ഷനാണ്. നമ്മുടെ ചെവി ആ ശബ്ദം കേൾക്കാനായിട്ട് വിട്ടുകൊടുക്കണം. അദ്ദേഹം പറയുകയാണ്, മനുഷ്യർക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ, മനുഷ്യർക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എന്നോട് എൻ്റെ ദൈവം എൻ്റെ ചെവിയിൽ പറഞ്ഞു തന്നു പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് കണക്റ്റഡ് ആയിരുന്നാൽ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും പറ്റും, നിങ്ങളോട് ദൈവം പറഞ്ഞു തരികയും ചെയ്യും. ദൈവം നിങ്ങളോട് സ്വർഗത്തിൻ്റെ അനുഭവങ്ങളെ നിങ്ങളോട് പങ്കുവയ്ക്കും. അത് യോഹന്നാൻ കിട്ടുകയാണ്. യോഹന്നാൻ ആ ശബ്ദം കിട്ടുകയാണ്. സ്വർഗത്തിൻ്റെ ആ ഒരു സംഭാഷണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കണ്ട് അദ്ദേഹം നിൽക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം പറയുന്നത്, ഈ വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാനായിട്ട് പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ സ്വർഗത്തിൻ്റെ ഒരു ശക്തിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും മറുവശത്ത് നിന്ന് നിങ്ങളെ തള്ളി താഴെയിട്ട് സ്വർഗത്തിൻ്റെ പടികൾ കയറാതിരിക്കാൻ നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി എപ്പോഴും ബാധിച്ചു കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ സ്വർഗത്തിൻ്റെ കിരീടത്തിൻ്റെ അവകാശിയായി തീരുന്നത് അവന് ഇഷ്ടമില്ല. അവൻ എപ്പോഴും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ അദ്ദേഹത്തിന് പൗലോസ് പറയുന്നത്, എനിക്ക് ഒരു ശൂലം എൻ്റെ ജഡത്തിൽ തന്നു, എൻ്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. സാത്താൻ്റെ ദൂതനെ തന്നെ. അതായത് ഒരു സ്പിരിച്വൽ അറ്റാക്ക് എപ്പോഴും ആർക്കുണ്ട്?
പൗലോസിനുണ്ട്. എപ്പോഴും ഒരു സ്പിരിച്വൽ അറ്റാക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവവുമായുള്ള നല്ല കണക്ഷൻ കിട്ടി എങ്കിലും എപ്പോഴും അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ കൊട്ടുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാലേ നമ്മൾ ഫൈറ്റ് ചെയ്ത് എപ്പോഴും ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഓർക്കണം, ഒരു പ്രാവശ്യം സ്വർഗവുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ സേഫ് ആയിട്ടില്ല. മനസ്സിലായോ? ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അഭിഷേകം കിട്ടിയെന്ന് കരുതി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടില്ല. ഇതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുമ്പോഴും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഫൈറ്റ് ഉണ്ട്. ഈ ഫൈറ്റിൽ നിങ്ങളെപ്പോഴും ജയിച്ച് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം. അതുകൊണ്ടാണ് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ കൊണ്ടുപോയി ഇരുത്തും, ഞാൻ അവന് ജീവൻ്റെ കിരീടം കൊടുത്തും. അപ്പോൾ ജയിക്കണമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഓടിയത് കൊണ്ടായില്ല, 2 സ്റ്റെപ്പ് കയറിയത് കൊണ്ടായില്ല. ഓരോന്നും ജയിച്ച് നിങ്ങൾ മുകളിലേക്ക് കയറി വരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമ്മളെ സാത്താൻ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ജീവിതത്തെ അറ്റാക്ക് ചെയ്യുന്നത്, നമ്മൾ അത് മനസ്സിലാക്കിയാലേ നമുക്കതിൽ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പൗലോസ് പറയുകയാണ്, എന്നെ കുത്താൻ വേണ്ടി, എനിക്ക് ചെറിയ അറ്റാക്സ് തരാൻ വേണ്ടി സാത്താൻ്റെ ദൂതനെ മറുവശത്ത് നിർത്തിയിരിക്കുന്നത് എനിക്ക് അറിയാം. അത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അറ്റാക്ക് ചെയ്യുന്നത്? ഞാൻ 3 കാര്യങ്ങൾ ആണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, എങ്ങനെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ സ്പിരിച്വൽ അറ്റാക്സ് കടന്നു വരുന്നത്. രണ്ടാമത്തത്, എപ്പോഴാണ് കടന്നു വരുന്നത്. മൂന്നാമത്തത്, എന്തിനു വേണ്ടിയാണ് കടന്നു വരുന്നത്. 3 കാര്യങ്ങൾ മറന്നു പോകരുത്. എങ്ങനെ, എപ്പോൾ, എന്തിന്. ഈ 3 കാര്യങ്ങൾ ഓർക്കണം. എങ്ങനെ, എപ്പോൾ, എന്തിന്. എങ്ങനെ, എപ്പോൾ, എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത് കടന്നു വരുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ഒരു സ്പിരിച്വലി നമ്മൾ ഡൗൺ ആകുമ്പോൾ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്കത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ജഡത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, നമുക്ക് കയറി പോകാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഈ ജഡത്തിൽ കിടന്ന് ഈ ലോകത്തിൽ വീണ്ടും നമ്മൾ താഴേക്ക് പോകും. നിങ്ങൾക്ക് മുകളിലേക്ക് കയറാനായി സാധിക്കുകയില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഷ്ടതയാണ്. എങ്ങനെ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞാൽ, ഒന്നാമത് സാത്താൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് കൊണ്ടുവരും? കഷ്ടത കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത്രയും ചേർന്ന് നിന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് കഷ്ടത? വൈ സഫറിങ്? എന്താണ് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത വരാനായിട്ടുള്ള കാരണം? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സങ്കീർത്തനം 119 അതിൻ്റെ 71 അവിടെ പറയുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്ന് നിങ്ങൾ അപ്പോൾ പറയണം. വചനമെടുത്ത് വേണം ഫൈറ്റ് ചെയ്യാനായിട്ട്. നിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് പ്രശ്നമായി തീർന്നു എന്ന് പറയരുത്, എനിക്ക് അത് ഗുണമായി തീർന്നു എന്ന് നിങ്ങൾ ആദ്യം പറയുമ്പോൾ തന്നെ നിങ്ങളെ വിട്ട് അവൻ പതിയെ പിന്നിലേക്ക് മാറും. പക്ഷേ നിങ്ങളുടെ കഷ്ടത വന്നപ്പോൾ നിങ്ങൾ ആദ്യം അയ്യോ എന്തുകൊണ്ട് എനിക്കിത് വന്നെന്ന് കരുതി നിങ്ങൾ പിറകിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ പതിയെ ഇവൻ പിറകിലേക്ക് കൊണ്ടുപോകും. ഒരു സംഭവം ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ഇയ്യോബിൻ്റെ സംഭവം തന്നെ എടുക്കാം. ഇയ്യോബിൻ്റെ ലൈഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇയ്യോബ് ദൈവത്തോട് ഏറെ ചേർന്ന് നിന്നൊരു മനുഷ്യനാണ്, വളരെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നു എന്നതിൻ്റെ പേരിൽ ജീവിതത്തിൽ അറ്റാക്സ് വരില്ല എന്ന് ഒരർത്ഥവുമില്ല. എല്ലാ സമൃദ്ധിയുമുണ്ട്, നീതിമാനാണ്, ആ കാലഘട്ടത്തിൽ ഏറ്റവും വിശ്വസ്തനായി ദൈവം കണ്ടിരുന്ന മനുഷ്യനാണ്. പക്ഷേ ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നപ്പോൾ ഒന്നിന് പിന്നാലെ എല്ലാം വരികയാണ്. നമുക്ക് വായിക്കാം, ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്. സാത്താൻ, കൃത്യമായിട്ട് പേര് പറഞ്ഞാൽ പറയുന്നത്, സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിൻ്റെ ഉള്ളം കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അതായത് രോഗം കൊണ്ടിട്ട് കഷ്ടത വരുത്തി കളയും. എത്ര ചികിത്സിച്ചാലും ഈ രോഗം മാറില്ല, ആരെക്കൊണ്ടും ഹീൽ ചെയ്യാനായിട്ട് പറ്റില്ല. ചില വീടുകളെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാരമ്പര്യങ്ങളായിട്ട് പല രോഗങ്ങളും കാണും. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഏതെല്ലാം രീതിയിലുള്ള അനാലിസിസ് നടത്തിയാലും രോഗങ്ങൾക്ക് ഒരു റീസൺ അവർ പറയില്ല.
അവർ പറയും പേഷ്യൻ്റ് ഈസ് നോർമൽ എന്ന് പറയും. ഒരു അസുഖവും കണ്ടെത്താനായിട്ട് കഴിയില്ല. കഷ്ടത വീട് വിട്ട് മാറില്ല. രോഗത്തിൻ്റെ രൂപത്തിൽ കഷ്ടത കൊണ്ടുവരും. ചില വീടുകളിൽ നിങ്ങൾ നോക്കിയാൽ പാരമ്പര്യ ശാപങ്ങൾ ചില വീടുകളിൽ കാണും. പാരമ്പര്യങ്ങളായിട്ടുള്ള ശാപങ്ങൾ, ജനറേഷണൽ കേഴ്സസ് കാരണം ജീവിതത്തിൽ കഷ്ടതകൾ വിട്ടുമാറാത്ത ചില കുടുംബങ്ങൾ കാണും. ചില കുടുംബങ്ങളിൽ തലമുറകൾ, ജനിക്കുന്ന മക്കൾക്ക് ആ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ചില ഇടത്ത് നമുക്കറിയാം, ചില സ്ഥലത്ത് വീട്ടിൽ താമസിക്കും, ഒരു രീതിയിലും ആ വീട്ടിൽ നിന്ന് കഷ്ടത വിട്ടുമാറില്ല. കഷ്ടത ഇങ്ങനെ പെരുകി പെരുകി വരും. ആ വീട്ടിൽ, ആ സ്ഥലത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നതാണെങ്കിലും കൂടെ കഷ്ടത വിട്ടുമാറില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ മറ്റൊരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കയറി വരാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് രോഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. രോഗങ്ങൾക്ക് വൈദ്യശാസ്ത്രം കൃത്യമായ ഒരു സൊല്യൂഷനോ പരിഹാരമോ അതിനുപരിയായിട്ട് കാരണങ്ങളോ നിർദ്ദേശിക്കാത്ത കാര്യങ്ങളിൽ, ബഹുഭൂരിപക്ഷം കാര്യങ്ങളിലും എൻ്റെ മുമ്പിൽ വന്ന പല അനുഭവങ്ങളിലും വെച്ച് ഞാൻ പറയുന്നത്, അതിന് പിന്നിൽ ഒരു സ്പിരിച്വൽ അറ്റാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് നിങ്ങൾ പരിശോധിച്ച് അതിൻ്റെ ജനറേഷൻ നോക്കി പോയാൽ ചെന്നെത്തുന്നത് ഏതെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ വഴി, ആ റൂട്ടിൽ അവൻ കയറി അറ്റാക്ക് ചെയ്തിരിക്കും. മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പിശാച് അല്ലെങ്കിൽ സാത്താൻ അവൻ വന്ന് രോഗങ്ങളാൽ അവനെ ബാധിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഷ്ടതകൾ കൊണ്ടുവരും. കഷ്ടത കൊണ്ടുവരുമ്പോൾ ഇയ്യോബ് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത്? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ രണ്ടാമത് വീടിൽ നിന്നൊരു ഫൈറ്റ് വന്നു. വീടിൽ നിന്ന് രണ്ടാമത്തെ ഫൈറ്റ് എന്ന് പറയുന്നത്, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളി അടുത്ത് കുത്തുകയാണ്. സാത്താൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുകയാണ്? കുത്തുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. പൗലോസ് പറയുന്നത്, സാത്താൻ എന്നെ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ജഡത്തിലിട്ട് കുത്തുകയാണ്. ഭാര്യ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ വിശ്വാസം പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി ദൈവവുമായുള്ള ബന്ധത്തിൽ ചേർന്ന് വരുമ്പോൾ അടുത്ത ഒരു പ്രശ്നം, കഷ്ടത വരുന്നത് ആരെ നിങ്ങൾ ഓവർകം ചെയ്യേണ്ടി വരും? നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ നിങ്ങൾ ജയിക്കേണ്ടി വരും. നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ ജയിച്ച് കാണിക്കേണ്ടി വരും. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ വിശ്വാസം തെളിയിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ ചോദ്യം ചെയ്യും. അവർ പറയും, ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, പള്ളിയിലെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, ഒന്നിലും പിന്നിലേക്കല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ വന്നത്? ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾ ജയിക്കണം. ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നത് എനിക്ക് ഗുണമായി എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വർഗം കേൾക്കും. ആ സ്വർഗം അതവിടെ എഴുതി വയ്ക്കും. നിങ്ങൾ പറഞ്ഞ ഈ വാക്കിൻ്റെ മേൽ നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഇയ്യോബിൻ്റെ കുടുംബത്തിൽ ഇയ്യോബ് പറഞ്ഞു, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കരുത്. യഹോവ നമുക്ക് അനുഗ്രഹം തന്നു, യഹോവ നമ്മളെ അനുഗ്രഹിച്ചു, എല്ലാം തന്നു. ദൈവമാണ് തന്നത്, ദൈവമാണ് എടുക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തിന് എല്ലാ സ്തുതിയും മഹത്വവും നമ്മൾ പാടുന്നുണ്ടല്ലോ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാ ശക്തിയും ബലവും എന്നേശുവിന് നമ്മൾ കൊടുക്കണം. ദൈവം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്പിരിച്വൽ അറ്റാക്സ് ഇങ്ങനെ വരും, എല്ലാവരുടെ ലൈഫിലും വരും. പക്ഷേ ഈ കഷ്ടത വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ കഷ്ടത അതിജീവിക്കാനായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരുന്ന് അതിനെ അതിജീവിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്നാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത് എന്ന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു തരാം. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം. 1 ശമൂവേൽ 1-ാം അധ്യായം 6-ാം വചനം. അവിടെ ഹന്നയെക്കുറിച്ച് പറയുകയാണ്. അവിടെ പറയുന്നു, ഹന്നയുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ഹന്നയുടെ പ്രതിയോഗി എന്ന് പറഞ്ഞാൽ ആരാണ്? തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യ. എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വ്യസനിപ്പിച്ചുകൊണ്ടേയിരിക്കും. എവിടെയാണ് ഈ വ്യസനം ഉണ്ടാക്കുന്നത്? മനസ്സിനെ അല്ലെങ്കിൽ ഹൃദയത്തെ. എവിടെ പോകാൻ നിൽക്കുമ്പോഴാണെന്ന് ഇനി അടുത്ത് പറയും. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. മനസ്സിലായോ? ദൈവിക കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇതുപോലെ പ്രശ്നം ഉണ്ടാകും. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, ആരാധിക്കാൻ വേണ്ടി, ദൈവാലയത്തോട് ചേർന്ന് നിങ്ങൾ നിൽക്കാനായി, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായി ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഫൈറ്റ് ഉണ്ടാകും. നമ്മൾ വായിക്കുന്നുണ്ട്, ആണ്ടുതോറും ദൈവസന്നിധിയിൽ പോകാനായി ഹന്ന ഇറങ്ങുന്ന സമയത്ത് ഇവൾ വന്ന് കുറുകെ നിന്നിട്ട് മനസ്സിൻ്റെ സമാധാനം കളയും. സന്തോഷത്തോടെ പള്ളിയിൽ പോയിരുന്ന് ആരാധിക്കാൻ കഴിയുമോ? ഇല്ല.
നമ്മുടെ പീസ്ഫുൾ മൈൻഡിനെ എടുത്തുകൊണ്ട് പോകും. മനസ്സിലാക്കണം, സാത്താൻ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ വന്ന് സമാധാനത്തോടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള പീസ്ഫുൾ മൈൻഡ് ഇവൻ എടുത്തുകൊണ്ട് പോകും. ആരെയെങ്കിലും വെച്ച് കുത്തി വേദനിപ്പിച്ചിട്ട് നമ്മളിൽ നിന്ന് ഇതിനെ എടുത്തുകൊണ്ട് പോകും. പക്ഷേ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഹന്നയ്ക്ക് മനസ്സിലായി ഇത് ലെവല് വേറെയാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ വർഷം അവൾ ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി അവളുടെ വ്യസനം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്ന് അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. മനസ്സിലായോ? കഴിഞ്ഞ വർഷങ്ങൾ അവൾ ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒന്നുകിൽ പള്ളിയിൽ പോകത്തില്ല, ഭർത്താവിനോട് ചിലപ്പോൾ പള്ളിയിൽ പോകില്ലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പോയാലും മനസ്സ് വേറെ ലെവലായിരിക്കും, പ്രാർത്ഥിക്കാനോ ഒന്നിനും മൈൻഡ് ശരിയാകത്തില്ല. ഈ വർഷം അവൾക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ കൽപ്പനകൾ പഠിക്കാൻ തക്കവണ്ണം എനിക്ക് കഷ്ടത വന്നത് എനിക്ക് ഗുണമായി എന്നവൾ മനസ്സിലാക്കി. ഈ വർഷം അവൾ ദൈവസന്നിധിയിൽ പോയി. വായിക്കാം 18-ാമത്തെ വാക്യം. അവിടെ ചെന്നപ്പോൾ അവൾ പറഞ്ഞു, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വായിച്ചു വന്ന പൗലോസ് പറയുന്നതിൻ്റെ ഒടുവിൽ നമ്മൾ ആ ഒരു വാക്കിലേക്ക് എത്തും. പൗലോസിനോട് യേശു പറയുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. നിനക്ക് ഇങ്ങനെ ഒരു കഷ്ടത വന്നല്ലോ, നിനക്കൊരു സ്പിരിച്വൽ അറ്റാക്ക് വന്നല്ലോ, ഡോണ്ട് വറി, നീ വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട, ദൈവത്തിൻ്റെ കൃപ നിനക്ക് മതി. ഇത് നിങ്ങൾ കണ്ടെത്തണം. ഇത് വർഷങ്ങൾക്ക് ശേഷം പൗലോസ് പറയുമ്പോൾ, പൗലോസിനോട് ദൈവം അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ഇത് മനസ്സിലാക്കിയിരുന്നു. അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിട്ട് അവൾ പറയുകയാണ്, എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കണം, എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം, എനിക്ക് കൃപയില്ലാതെ പറ്റില്ല, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ എന്ന് അവൾ ദൈവസന്നിധിയിൽ പോയിരുന്ന് യാചിച്ചു. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പ്രതിയോഗി നിങ്ങൾക്കെതിരെ വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകരുത്, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പൗലോസ് മനസ്സിലാക്കിയതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള തീയെ കെടുത്തിക്കളയാനായി ഈ ലോകത്തിലുള്ളവന് സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഈ ലോകം അത് മനസ്സിലാക്കും. അങ്ങനെ അവൾ പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. സ്ത്രീ അവളുടെ വഴിക്ക് പോയി. ആ സമയത്ത് എന്തെന്നറിയാമോ? പുരോഹിതൻ അവളോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഏലി അവളോട് പറയുകയാണ്, നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. നീ ഇസ്രായേലിൻ്റെ ദൈവത്തോട് കഴിച്ച അപേക്ഷ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നൽകുമാറാകട്ടെ എന്ന് ബ്ലസ് ചെയ്ത് വിടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രയാസമോ സങ്കടമോ വരുമ്പോൾ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പള്ളിയിലെ ആരാണ്? പുരോഹിതൻ അല്ലെങ്കിൽ അച്ഛൻ. അച്ഛൻ്റെ മേല്, പുരോഹിതൻ്റെ മേൽ ഇങ്ങനെ വലിയൊരു ഗിഫ്റ്റ് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് വാങ്ങത്തില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് വ്യസനം വരുമ്പോൾ, നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് സമാധാനപ്പെടുത്തി അയക്കാൻ ദൈവത്താൽ അഭിഷേകം ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരാളാണ്, നിങ്ങളുടെ പള്ളിയുടെ അസറ്റാണ് നിങ്ങളുടെ വൈദികൻ എന്ന് പറയുന്നത്. ആ അനുഭവത്തെ നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. മറന്നു പോകരുത്. അപ്പോൾ ആ വൈദികൻ്റെ അനുഭവത്തിലേക്ക് ആ സ്ത്രീ കടന്നു വന്ന് ആ അനുഗ്രഹം സ്വീകരിച്ച് പോകുമ്പോൾ അവളുടെ ജീവിതത്തിൽ അത് ദൈവ അനുഭവമായി മാറ്റപ്പെടുകയാണ്. മറന്നു പോകരുത്, ഒരു പുരോഹിതൻ്റെ അനുഗ്രഹത്തിന് വളരെ പ്രാധാന്യം ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഏത് രീതിയിലാണ് സാത്താൻ അറ്റാക്ക് ചെയ്യുന്നത്? ഒന്നാമത്തത് എന്തുകൊണ്ടുവരും? കഷ്ടത കൊണ്ടുവരും, അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ടുവരും. ഒന്നാമത്തെ കാരണം. രണ്ടാമത് പ്രലോഭനങ്ങൾ കൊണ്ടുവരും. എന്തുകൊണ്ടുവരും? പ്രലോഭനം കൊണ്ടുവരും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രലോഭിപ്പിക്കുകയാണ്. എന്താണ് പ്രലോഭനം എന്നറിയാമോ? ആദാമിനോടും ഹവ്വയോടും പറയുകയാണ്, ഈ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് പറിച്ച് കഴിച്ചുകൂടെ? ചെറിയൊരു പ്രലോഭനമാണ്. എന്നിട്ട് 1-2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് കാൺമാൻ നല്ലത്, പിന്നെയോ തിന്മാൻ നല്ലത്, കാൺമാൻ നല്ലത്, ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമുള്ളത്. 3 പ്രലോഭനങ്ങൾ മുന്നിൽ കൊണ്ടിട്ടു. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന പിശാച് കൊണ്ടിടുന്ന 3 പ്രലോഭനങ്ങൾ ഇതാണ്. 1, കണ്ണുകൊണ്ട് നമ്മളെ പ്രലോഭിപ്പിക്കും. 2, ടേസ്റ്റ് കൊണ്ട് നമ്മളെ പ്രലോഭിപ്പിക്കും. മനസ്സിലായോ? ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം.
ഈ ലോകത്തിൻ്റെ അറിവ് നമ്മുടെ മുന്നിൽ കൊണ്ടിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കും. ഈ 3 കാര്യങ്ങളിലും നമ്മൾ വീണ് പോകാതിരിക്കാനായി ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ. ഒന്ന്, കണ്ണുകൾ കൊണ്ട് നമ്മളെ മോഹിപ്പിക്കും. കണ്ണുകൾ കൊണ്ട് പലതും നമ്മളെ ആഗ്രഹിപ്പിക്കും. നമുക്കറിയാം, നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണിൽ ഒരു ദിവസം ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം മുതൽ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും നമ്മുടെ മുന്നിൽ വരുന്ന പരസ്യങ്ങളെല്ലാം. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു ദിവസം ഒരു തൊട്ടിൽ സെർച്ച് ചെയ്തു. അതിനുശേഷം കാണിക്കുന്നതെല്ലാം ഈ ഫസ്റ്റ് ക്രൈയുടെ ബന്ധപ്പെട്ട കുട്ടികളുടെ ബന്ധപ്പെട്ട സാധനങ്ങൾ മാത്രം. അപ്പോൾ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് നമ്മുടെ കണ്ണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളെ അതിലേക്ക് ഇങ്ങനെ പ്രലോഭിപ്പിക്കും. അത് വാങ്ങാനായി, അത് വാങ്ങിക്കൂട്ടാനായിട്ട് നമ്മളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. ആരാണിത് ചെയ്യുന്നത്? നമ്മൾ ഓർക്കണം. ഇത് വാങ്ങിക്കൂട്ടുമ്പോൾ അനാവശ്യമായിട്ടായിരിക്കും നമ്മൾ പലതും വാങ്ങിക്കൂട്ടുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരിക്കും നിങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. നിങ്ങളുടെ ഉള്ളൊരു പ്രലോഭനം ഉണ്ടാക്കും. നിങ്ങളുടെ കയ്യിലിരുന്ന കാശ് നിങ്ങളറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കടബാധ്യതയിലേക്ക് വരും. അത് മാത്രമല്ല, തൊട്ടടുത്തുള്ള ആളിൽ നിന്ന് നിങ്ങൾ കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് വരും. നിങ്ങളുടെ ചെലവുകൾ വർദ്ധിക്കും. അപ്പോൾ ഒന്നാമത് കണ്ണുകൾ കൊണ്ട് നിങ്ങളെ പ്രലോഭിപ്പിക്കും. രണ്ടാമത് ഭക്ഷണം പറയും, ഇത് രുചികരമാണ് എന്ന് പറയും. ഇന്ന് നമ്മുടെ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. പല വീടുകളിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. നിങ്ങളൊരു നാട്ടിൻപുറം ആയതുകൊണ്ട് ഒരുപക്ഷെ അത്രത്തോളമാണ് നമുക്കറിയില്ല. പക്ഷേ തിരുവനന്തപുരം സിറ്റിയിൽ പല വീടുകളിൽ നമ്മൾ നോക്കിയാൽ അറിയാം, അവിടെ ഒന്നും അടുക്കളകൾ പോലും വർക്ക് ചെയ്യാറില്ല. പല വീടുകളിലും അടുക്കളയില്ല. പല വീടുകളിലും കൃത്യസമയത്ത് ഓർഡർ ചെയ്യും, ഭക്ഷണം വരും, കഴിക്കും. ഓരോ പ്രാവശ്യവും അവർക്ക് ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു. പക്ഷേ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ രുചി മാത്രമല്ല അവിടെ ഉള്ളത്. വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ വീട്ടിലുള്ളവരുടെ രുചി കൂടെ വർദ്ധിക്കും. മനസ്സിലായോ? ബന്ധങ്ങളിലുള്ള ഒരു രുചിയുണ്ട്. ബന്ധങ്ങളിൽ ഊഷ്മളമാകുന്ന ഒരു സ്നേഹമുണ്ട്. ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യുമ്പോൾ വീട്ടിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ദൈവകൃപയുണ്ട്. ഇതിനെല്ലാം ആര് തകർത്ത് കളയും? പിശാച് പതിയെ വന്ന് തകർത്തിട്ട് പറയും, കുഴപ്പമില്ല, ഇന്ന് സ്വിഗ്ഗി ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ പറയാം ഇന്ന് KFC കഴിക്കാം, നാളെ ചിക്കിങ്സ് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇത് കൊള്ളാമെന്ന് പറഞ്ഞ് നമുക്ക് രുചികരമായത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രലോഭിപ്പിക്കും. നമ്മൾ ഒരു ദിവസം വീട്ടിൽ പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കും. അടുത്ത ദിവസം നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലും പിള്ളേർ പറയും, അത് വാങ്ങി തന്നില്ലെങ്കിൽ ഇന്ന് കഴിക്കില്ല എന്ന് പറയും. നിങ്ങളുടെ വരുമാനമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ കടം വാങ്ങി ഈ കുഞ്ഞിന് വേണ്ടി അത് വാങ്ങിക്കൊടുക്കേണ്ടതായിട്ട് വരും. പ്രലോഭിപ്പിച്ചു കളയും. മൂന്നാമത്തത്, ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമെന്ന് പറയും. ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമായ ഇൻഫർമേഷൻസ് നിങ്ങളുടെ മുന്നിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ ഇന്ന് ലഭ്യമാണ്. ആരെയും തേടി നിങ്ങൾ ഒരു സ്ഥലത്തും പോകേണ്ട കാര്യമില്ല. എന്നാൽ അതിനുള്ളിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കണം. നമുക്കറിയാം, നെറ്റ്വർക്ക് ഓഫ് കണക്ഷൻസിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നെറ്റ്വർക്ക്സ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ചിലന്തി വല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതിനകത്തോട്ട് കയറിയ ജീവിക്ക് പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. ചിലന്തി എന്ത് ചെയ്യും? അതിനെ ക്യാപ്ചർ ചെയ്യും. അതുപോലെയാണ് നമ്മൾ ഈ കണക്ഷൻ അകത്തോട്ടങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉള്ളവരുണ്ട്. അതുപോലെ ഗെയിം അഡിക്ഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗെയിം അഡിക്ഷൻ. എൻ്റെ പരിചയത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ 75 ലക്ഷം രൂപ ഗെയിം കളിച്ച് നഷ്ടപ്പെടുത്തി ഇന്ന് 0യ്ക്കും താഴെ നിൽക്കുകയാണ്. 75 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടബാധ്യത ഉണ്ടാക്കിയത് ഈ ഗെയിം അഡിക്ഷനിലൂടെയാണ്. ഏത് വഴിയാണ് ഈ കണക്ഷൻ കയറി വന്നത്? ഇൻ്റർനെറ്റിലൂടെ. അതാണ് ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം. നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യണം? പണം ഉണ്ടാക്കണം, വേഗത്തിൽ കാശുണ്ടാക്കണം. ദൈവം നമ്മളോട് പറയുന്നത് എന്താണ്? അധ്വാനിച്ച് നീ സമ്പത്തുണ്ടാക്ക്, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ഒരു കുഴപ്പവുമില്ല. ന്യായമായ രീതിയിൽ നമ്മൾ അധ്വാനിക്കണം, ന്യായമായ വരുമാനം നമുക്കുണ്ടാകണം. പക്ഷേ നമ്മുടെ മനസ്സിൽ ഈ ഒരു ജ്ഞാനം പ്രാപിക്കാൻ വേഗത്തിൽ ഒരു ചിന്ത ഇവൻ കൊണ്ടിട്ട് എന്നിട്ട് പറയും, നീ ഇതിലേക്ക് കാശ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിനക്ക് ഇതിൻ്റെ 10 times ആയിട്ട് കിട്ടും. മനസ്സിലായോ? ആദ്യം 5 ലക്ഷം ഇടും, 10 ലക്ഷമായിട്ട് കിട്ടും. 10 ലക്ഷം ഇടും, 20 ലക്ഷമായിട്ട് കിട്ടും. ലാസ്റ്റ് 20 ഇടും, ഒന്നും കിട്ടില്ല. പലരും വീണു പോയത് ഇതിലൂടെയാണ്. പലരും ഈ വീണു പോയവരൊന്നും അറിവില്ലാത്തവരൊന്നുമല്ല. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, IT പ്രൊഫഷണൽസ് തുടങ്ങി ജീവിതത്തിൽ ഏറ്റവും ടോപ്പ് പൊസിഷൻസിൽ നിൽക്കുന്ന ആൾക്കാരാണ് പലരും വീണു പോയത്. അതാണ് ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമുള്ളതാണെന്ന് പറഞ്ഞ് ഇവൻ നമ്മളെ പ്രലോഭിപ്പിക്കും. പിടി കിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് പ്രലോഭനങ്ങളിൽ നമ്മൾ
ശ്രദ്ധിച്ച് വേണം നിൽക്കാനായിട്ട്, വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് നിൽക്കണം. സാത്താൻ നമ്മളെ ഇങ്ങനെ തന്ത്രപൂർവ്വമാണ് വീഴ്ത്തുന്നത്, പേടിപ്പിക്കത്തൊന്നുമില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് അനക്കിത്തരും. അപ്പോൾ സ്ത്രീ പറയുകയാണ്, ഇത് കഴിക്കാനായിട്ട് പാടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സംശയമുണ്ട്, വാസ്തവമായിട്ടും പറഞ്ഞിട്ടുണ്ടോ? മനസ്സിലായി, ഒരു ചെറിയ വാക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. വാസ്തവമായിട്ടും പറഞ്ഞിട്ടുണ്ടോ? കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് വന്നു? ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് ആരോട് ചോദിക്കണം? ദൈവത്തോടാണ് ചോദിക്കുകയാണ്. പക്ഷേ ഹവ്വയ്ക്ക് ഈ കണക്ഷൻ പോയി. ഹവ്വ ദൈവത്തോട് ചോദിച്ചില്ല, ദൈവമേ നീ വാസ്തവമായിട്ടാണോ പറഞ്ഞത്? ആ ടൈമിൽ കയറി അറ്റാക്ക് ചെയ്ത് കളഞ്ഞു. ആ ചെറിയ ടൈമിൽ അറ്റാക്ക് ചെയ്ത് കളഞ്ഞു. മനസ്സിലായി? നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാനായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കരുത്. അവിടെ നിന്നിട്ട് ചോദിക്കണം, ദൈവമേ ഇതാണ് പ്രശ്നം, ഞാൻ പോകണോ വേണ്ടയോ? ഈ പരീക്ഷ ഞാൻ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ? എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു കുടുംബജീവിതം കൊണ്ടുവരികയാണ്, ഈ കുടുംബജീവിതത്തിലേക്ക് എൻ്റെ മോളെ പറഞ്ഞു വിടണമോ? മക്കൾ ചിന്തിക്കണം, എനിക്ക് ഈ ഫാമിലി ലൈഫ് വേണോ? ഒരു പ്രാവശ്യം വേണ്ട എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദൈവത്തോട് വീണ്ടും നിങ്ങൾ ആലോചന ചോദിച്ച് മാത്രമേ കയറി പോകാൻ പാടുള്ളൂ. പ്രലോഭനങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ വരും. ഇനി യേശുവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, യേശു ഇതുപോലെ പരീക്ഷിക്കപ്പെടുകയാണ്. സാത്താൻ വന്ന് നേരിട്ട് യേശുവിനെ പരീക്ഷിക്കുകയാണ്. സ്പിരിച്വൽ അറ്റാക്ക് യേശുവിനുണ്ടാകുകയാണ്. യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, നീ താഴോട്ട് ചാടുക. എന്നിട്ട് ഒരു വചനം കൂടെ പറഞ്ഞു കൊടുത്തു, ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കരങ്ങളിൽ താങ്ങിക്കൊള്ളും. 91-ാമത്തെ സങ്കീർത്തനം പറഞ്ഞു കൊടുക്കുകയാണ്. പലരെയും വീഴ്ത്തിക്കളയുന്നത് ഈ വചനത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്. നമുക്ക് നന്നായിട്ട് വചനം അറിയാത്തത് കൊണ്ട് നമ്മൾ വീണു പോകും. വചനം പറയുന്നു, എൻ്റെ ജനം പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നല്ല രീതിയിൽ വചനം അറിയില്ല എങ്കിൽ പിശാച് ചെറിയ ചെറിയ പ്രലോഭനങ്ങൾ വചനത്തിനുള്ളിലൂടെ കയറ്റി തകർത്ത് കളയും. യേശുവിൻ്റെ മുമ്പിൽ വന്ന് 3 പ്രാവശ്യം വചനം പറഞ്ഞാണ് യേശുവിനെ പരീക്ഷിക്കുന്നത്. യേശു തിരിച്ചെങ്ങനെയാണ് ആ പരീക്ഷയെ ക്ലോസ് ചെയ്തത്? യേശു പറഞ്ഞു, വചനത്തിലൂടെ തിരിച്ചു പറഞ്ഞു. വചനം തന്നെ തിരിച്ചു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ഇത് ഏത് പ്രമാണമാണ്? ഒന്നാം പ്രമാണം എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവമായ യഹോവയല്ലാതെ മറ്റാരെയും നീ ആരാധിക്കാനായിട്ട് പാടില്ല. അവൻ പറഞ്ഞതിനെ തിരിച്ച് വചനമെടുത്ത് പറഞ്ഞ് അത് ജീവിക്കുകയാണ്. അപ്പോൾ ഏത് കാര്യവും പിശാചിന് നമ്മളെക്കാളും വചനം അറിയാം. നമുക്ക് വചനം നന്നായിട്ട് അറിഞ്ഞുകൂടെ എങ്കിൽ അവൻ നമ്മളെ വചനത്തിൽ ചെറിയ ചെറിയ ഡൗട്ട്സ് ഇട്ട് നമ്മളെ കബളിപ്പിച്ചു കളയും. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളത് മനസ്സിലാക്കണം. വചനത്തെ വളച്ചൊടിച്ച് കൺഫ്യൂസ്ഡാക്കി കളയും. അതാണ് പ്രലോഭനം. അപ്പോൾ നമ്മളെ സാത്താൻ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നു. ഒന്നാമത്തെ കാര്യം ഏതാണ്? കഷ്ടത അല്ലെങ്കിൽ രോഗം. രണ്ടാമത്തെ കാര്യം പ്രലോഭനം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഉണ്ടാകുന്നു. വെരി ഗുഡ്. നമ്മൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിലേക്ക് പ്രവേശിക്കും. നമ്മുടെ മൈൻഡ് അവൻ കൺട്രോൾ ചെയ്യും. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ മൈൻഡിനുള്ളിലേക്ക് കയറി വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാം? എന്നിലൂടെ നിങ്ങൾക്കോട് സംസാരിക്കാം. നിങ്ങൾക്കറിയാൻ പറ്റുമോ? നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് എല്ലാം ദൈവാത്മാവിലാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ എന്നിൽ ഏതെങ്കിലും ഒരു ഹോള് വന്നിട്ട് ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിൽക്കുന്ന എന്നിലൂടെ നിങ്ങൾക്ക് എന്ത് പറയാം? ഒരു തെറ്റായ സന്ദേശം അവന് തരാം. അതായത് എൻ്റെ ചിന്തകളെ അവന് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. മറന്നു പോകരുത്, നിങ്ങളുടെ ചിന്തകളെ അവൻ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കളയും. നമുക്കറിയാൻ പറ്റില്ല, ഏതാണ് ശരി തെറ്റെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ചിന്തകളെ അവൻ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യും. ഉദാഹരണം 2 കൊരിന്ത്യർ, നമ്മൾ ആ വചനം എടുത്ത് പഠിക്കണം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാമത്തെ വചനം ഞാൻ വായിക്കാം. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. എങ്ങനെയാണ്? ഉപായമാണ്, വളരെ ട്രിക്കി ആയിട്ടാണ് അറ്റാക്ക് ചെയ്യുക. ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, ഞാൻ പറഞ്ഞല്ലോ മൈൻഡിനെ അറ്റാക്ക് ചെയ്യും, ചിന്തയെ അറ്റാക്ക് ചെയ്യും. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം മനസ്സിനെ ഏതൊക്കെ കാര്യങ്ങളിൽ ബാധിക്കും? മനസ്സിൻ്റെ ഏകാഗ്രതയെ അവൻ തൊടും. വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ചില പിള്ളേർ പറയും പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഏകാഗ്രത കിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും, പക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ചിന്തയെ ഇങ്ങനെ കൊണ്ടുപോകും. മറ്റേതെങ്കിലും കാര്യങ്ങൾ കയറി വരും. ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ വേറെ ഏതെങ്കിലും സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഏതെങ്കിലും തെറ്റായ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടിടും. അപ്പോൾ നിങ്ങളുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തി കളയും.
അതുവരെ ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഏകാഗ്രതയെ ഇവൻ എടുത്തുകൊണ്ട് പോകും, മനസ്സ് കൈവിട്ട് പോകും. രണ്ടാമത്, നിർമ്മലത നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നിർമ്മലമായ സ്വഭാവം, നിങ്ങളിലുള്ള നൈർമല്യം, നിങ്ങളിലുള്ള ആ ഒരു നന്മയുണ്ടല്ലോ, അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. മൂന്നാമത്, വഷളത്വം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. വഷളായി പോകും നമ്മൾ. ചിലർ പറയത്തില്ലേ, വഷളന്മാരായി പോകും. നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, നമ്മൾ ഈ തെറ്റുകൾ ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. നമ്മൾക്കുള്ളിലുള്ള നിർമ്മലത നഷ്ടപ്പെട്ടു പോയോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു വഷളത്വമുള്ള കാര്യമാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് മാറ്റിക്കളയും. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ മാറ്റും. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയും. അപ്പോൾ പതിയെ പതിയെ മാറ്റിക്കളയും. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ ചിന്തകളിൽ ആര് പ്രവേശിക്കാം? ഇവൻ നമ്മളറിയാതെ പ്രവേശിച്ച് നമ്മളെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വളരെ നിർത്തി പോകുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതാണ് സ്പീഡിൽ പോകാത്തത്. മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്ത കാര്യം, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 2-ാം വചനം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം. അവിടെ യേശുവിൻ്റെ ശിഷ്യനായ യൂദയെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ വായിക്കുക 13-ാം അധ്യായം 2-ാം വചനം. അവിടെ പിശാച് ശീമോൻ്റെ മകനായ യൂദ ഇസ്കരിയോത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം, ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനസ്സിനെ ആര് ഹൈജാക്ക് ചെയ്തു? പിശാച് ഹൈജാക്ക്. നടക്കുന്നത് ആരുടെ കൂടെയാണ്? യേശുവിൻ്റെ കൂടെയാണ്. പക്ഷേ മൈൻഡിനെ ആര് കൺട്രോൾ ചെയ്യുന്നു? ഈ മൈൻഡ് എപ്പോഴാണ് അവനിൽ നിന്ന് വിട്ടുപോയത്? യേശുവിനെ പിടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നു. അവൻ പറയുകയാണ്, എൻ്റെ ഗുരുവിനെ പിടിച്ചു പോയല്ലോ എന്ന്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കൊണ്ട് ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വിട്ടുപോകും. പിന്നെ നമ്മളെ അവന് ആവശ്യമില്ല. നമ്മളെ കൊണ്ടുള്ള കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് അവൻ അങ്ങ് പോകും. പിന്നീടാണ് അവൻ പോയി സൂയിസൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ആർക്കും ആവശ്യമില്ല എന്നുള്ള ചിന്ത മനസ്സിൽ കുത്തി നിറച്ചിട്ട് അവൻ പോകും. നമ്മുടെ മൈൻഡിനെ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ട് അവൻ നമ്മൾക്ക് ഒരു ചിന്ത കൂടെ തന്നിട്ട് പോകും, നീ ഇനി എന്തിനാണ് ജീവിക്കേണ്ടത്? ഈ ചിന്ത കുത്തി നിറച്ചിട്ട് അവൻ പോകും. പലരും ഈ ലോകത്തിൽ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഒരു തെറ്റ് വന്നു പോയി, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, അല്ലേ? പക്ഷേ ഇവൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവന് വേണമെങ്കിൽ യേശുവിൻ്റെ അരികിൽ പോയി നിൽക്കാമായിരുന്നു. കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നെ കൂടെ ഓർക്കണമേ എന്ന്. കാരണം കള്ളനെ പോലും ആരോർത്തു? യേശു ഓർത്തു. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തു പത്രോസ്. മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ പറഞ്ഞു, അറിയില്ല 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 എന്ന് പറയുകയാണ്, അല്ലേ? എന്നിട്ടും പത്രോസിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ട് പത്രോസിനെ യേശു സ്നേഹിച്ചെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, യൂദ വളരെ സ്നേഹത്തോടെ മടങ്ങിപ്പോയിരുന്നെങ്കിൽ കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു? തിരിച്ച് എടുക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പറ്റിയില്ല? മൈൻഡ് മറ്റവൻ്റെ കയ്യിലായിപ്പോയി. നമ്മളും അതുപോലെയാണ്. നമ്മുടെ മനസ്സിനെ ഇവൻ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വന്നാലും നമ്മളിങ്ങനെ ചിന്തിക്കും, ഇനി കർത്താവ് എന്നെ സ്വീകരിക്കില്ല എന്ന് കരുതി നമ്മൾ അകന്നകന്നു പോകും. ചില ആൾക്കാരെ നമ്മൾ പള്ളിയിലേക്ക് വിളിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഞാൻ പലരെയും പോയി വിളിക്കും, പള്ളിയിൽ വരണം, കുഴപ്പമില്ല, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ ദൈവം അറിയുന്നുണ്ട്. പക്ഷേ ഇവർ വരില്ല. കാരണം ഇവരെ മൈൻഡ് ഫ്രീ ആക്കാൻ ഒരിക്കലും കൊടുക്കത്തില്ല. കംപ്ലീറ്റ് ഡെലിവറൻസ് ഇവർക്ക് കൊടുക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഹൃദയത്തിനുള്ളിൽ ഈ വേദന ഇട്ടേക്കും. ഇനി ഒരു വാക്യം കൂടെ പറഞ്ഞു തരാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-ാം വചനം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. അവിടെ നമ്മൾ വായിക്കുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്പ്പാനും. ബാക്കി വായിച്ച്, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അപ്പോൾ സാത്താൻ ആരുടെ മൈൻഡ് കൈവശമാക്കിയിരുന്നു? അനന്യാസിൻ്റെ മൈൻഡ് കൈവശമാക്കിയിരുന്ന കാര്യം എന്തെന്നറിയാമോ? ഇതെല്ലാം കൊണ്ട് അനന്യാസും സഫീറയും ദൈവസന്നിധിയിൽ വച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അത് അവനറിയാം. നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് അവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അനുഗ്രഹം നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ മൈൻഡിനെ അവൻ കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അനന്യാസിനെ സഫീറയും കൊന്നിട്ടാണ് അവൻ പോകുന്നത്.
അനന്യാസിനെ സഫീറുടെയും ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടാണ് അവൻ പോകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ ഇവൻ വരുന്നില്ല. പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനെ തരാൻ വേണ്ടിയാണ്. ഇതിനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ കണ്ടത് സ്വർഗത്തിൻ്റെ കാഴ്ചയാണ്, എനിക്ക് നിങ്ങളോട് പറയേണ്ടത് അതാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം മാറിപ്പോയാലും സ്വർഗത്തിലുള്ളത് സ്ഥിരമാണ്. ഇപ്പോൾ കള്ളൻ വരുന്നത് എന്തിനാണ്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും. കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവൻ തന്നെയാണ്. നമ്മളെ മുടിച്ച് കളയും, നമ്മുടെ മൈൻഡിനെ അവൻ ക്യാപ്ചർ ചെയ്ത് കളയും. അപ്പം ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കൊണ്ടുവന്ന് നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കും. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം, ചില പ്രലോഭനങ്ങൾ, ഉപായങ്ങൾ കൊണ്ടിട്ട് നമ്മളെ തകർക്കും. മൂന്നാമത്തെ കാര്യം, ചിന്തകളിലൂടെ നമ്മുടെ ഉള്ളിൽ പ്രവേശിപ്പിക്കും. നാലാമത്തെ കാര്യം, ഭയവും നിരാശയും കൊണ്ടുവരും. ഏതൊക്കെയാണ്? നമ്മളെ പേടിപ്പിച്ചു കളയും. ഒന്നും സംഭവിക്കില്ല, പക്ഷെ നമ്മളെ ഉള്ളിൽ ഭയവും പേടിയും എല്ലാം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നിറയ്ക്കും. സംഖ്യാപുസ്തകം 13-ാം അധ്യായം, അവിടെ ഇസ്രായേൽ മക്കളുടെ കനാൻ ദേശത്തേക്കുള്ള യാത്ര ഏകദേശം പൂർത്തിയാകുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ മോശയോട് ചേർന്ന് കനാൻ ദേശത്തേക്ക് ഏകദേശം എത്തുകയാണ്. അവിടെ ദൈവം മോശയോട് അരുളി ചെയ്തതുപോലെ അവരെ കനാൻ ദേശം കാണിച്ചു കൊടുത്തു. അപ്പോൾ കനാൻ ദേശം കാണാൻ വേണ്ടി ആ ദേശം പോയി നോക്കാനായിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ വീതം തിരഞ്ഞെടുത്ത് യോശുവയുടെ നേതൃത്വത്തിൽ അവർ പോകുകയാണ്. അതിൽ 2 പേര് മാത്രമാണ് യഥാർത്ഥമായ രീതിയിൽ സംസാരിക്കുന്നത്, യോശുവയും കാലേബും. യോശുവയും കാലേബും ഒഴികെ ബാക്കിയുള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ച് ഓരോരുത്തർ തൊട്ടടുത്തുള്ള കനാൻ ദേശം എങ്ങനെയുള്ളതാണെന്ന് ഉറ്റുനോക്കാനായിട്ട് പോയി. അതിൻ്റെ അർത്ഥം, അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 ദിവസത്തെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പ്രവേശിക്കാം? കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഇവർ കൂടാരം അടിച്ചിട്ട് അങ്ങോട്ട് പോകാനായിട്ട് പറ്റാതെ അവിടെ എങ്ങനെയുള്ളതാണെന്ന് നോക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. നമ്മൾ ആ ഭാഗം വായിക്കണം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ ദൈവം പറയുന്നു, ആ ദേശം പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതാണ് സത്യം. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ഞങ്ങളെക്കാൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പവും വലിയവയും ആകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു, അമാലേക്യരും ആ ദേശത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് മാത്രം ഏറ്റെടുത്താൽ മതി. ദൈവം പറഞ്ഞത് എന്താണ്? പാലും തേനും ഒഴുകുന്ന ദേശമാണ് അത്. അപ്പോൾ ആദ്യം പറഞ്ഞു അവിടെ എന്തുണ്ട്? പാലും തേനും ഒഴുകുന്ന ദേശമാണ്. എന്നിട്ട് രണ്ടാമത് പറയുകയാണ്, ആ ദേശത്തുള്ളവർ ഞങ്ങളെക്കാൾ ബലവാന്മാരാണ്. എന്നിട്ട് പറയുന്നു അവിടെ അമലോക്കിയ മല്ലന്മാരുണ്ട്, അവിടെ മറ്റുള്ള ആൾക്കാർ പാർക്കുന്നുണ്ട്. ഉടനെ ഉള്ളിൽ എന്ത് കൊണ്ടിട്ടു? ഭയം കൊണ്ടിട്ട്. കണ്ടോ, ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തിക്കും. തൊട്ട് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചപ്പോൾ ഉള്ളിൽ അവനൊരു പേടി കൊണ്ടിട്ടു. പിശാച് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു അനുഗ്രഹം കരസ്ഥമാക്കാൻ ഏറ്റവും അടുത്തെത്തുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പേടി കൊണ്ടിടും, ഒരു ഭയം കൊണ്ടിടും. അങ്ങനെ അവർ പറഞ്ഞത് നിങ്ങൾ നോക്കിക്കോ. കാലേബ് പറയുന്നു, 30-ാമത്തെ വാക്യം. കാലേബ് മോശയുടെ മുൻപാകെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക, അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? കാലേബ്. കാലേബ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ ദൈവം സർവശക്തനാണ്, നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ കൂടെ ദൈവം വരും. ദൈവം പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്, അതുകൊണ്ട് നമ്മൾ പോയി ആ ദേശം കൈവശമാക്കാം. ആര് പറഞ്ഞു? കാലേബ് പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ളവരെന്ത് പറഞ്ഞു നോക്കിയേ? അവർ പറഞ്ഞു, 31-ാമത്തെ വാക്യം, എങ്കിലും അവനോട് കൂടെ പോയ പുരുഷന്മാർ ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ ഉള്ളിൽ എന്ത് വന്നു? പേടി വന്നു. എന്നിട്ട് പറഞ്ഞു, അവർ നമ്മളെക്കാൾ ബലവാന്മാരാണ്. അവർ പറഞ്ഞു, പേടി വന്നു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, ആ ദേശം നിവാസികളെ തിന്നു കളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാരാണ്, അനാക്യ മല്ലന്മാരെയും ഞങ്ങൾ കണ്ടു. ഒടുവിലത്തെ വാക്യം, ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അപ്പോൾ ഞങ്ങളെ പൂർണ്ണമായിട്ടും അവർ നശിപ്പിച്ച് കളയുമെന്ന് തോന്നി. സത്യം അതാണോ? സത്യം അതാണോ? അല്ല. ദൈവം പറഞ്ഞു, ഞാനാണ് നിങ്ങളെ ഇതുവരെ കൊണ്ടുപോകുന്ന എത്തിച്ചത്. അവിടെ പോയി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സാമ്പിൾ നോക്കിയിട്ട് വരാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഇവന്മാരിവിടെ വന്ന് സകല ജനത്തോടും പറഞ്ഞു, അവിടെ ഈ പറഞ്ഞ ദൈവം പറഞ്ഞതുപോലെയൊന്നുമല്ല,
പാലും തേനും ഒന്നും അവിടെ ഇല്ല. അവിടെയുള്ളത് ശക്തരായ ആൾക്കാരാണ്, നമ്മളെക്കാളും കരുത്തന്മാരാണ്, അമലോക്കിയ മല്ലന്മാരാണ്. അവിടെ പോയി കയറിക്കഴിഞ്ഞാൽ ഈ വെട്ടുക്കിളി വന്ന് തിന്ന് തീർക്കുന്നത് പോലെ നമ്മളെ യുവന്മാർ തിന്ന് തീർക്കും. ഉള്ളിൽ പേടി കൊണ്ടിട്ടു. പിശാചിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദൈവ മക്കൾക്ക് ഒരു അനുഗ്രഹം വരാൻ പോകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ അനുഗ്രഹം കൈവശമാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ അവൻ നിരാശ കൊണ്ടിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരില്ല അവൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു സ്പിരിച്വൽ ട്രൂത്താണ്, മനസ്സിലാക്കിക്കൊള്ളണം. നിരാശ കൊണ്ടിടുന്നത് ദൈവം അല്ല, നിരാശ കൊണ്ടിടുന്നത് ആരാണ്? പിശാചാണ്. അവൻ നിരാശ കൊണ്ടിട്ട് തരും, അവൻ നിങ്ങളെ പേടിപ്പിക്കും. ഫലം എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, ശരി 2 ദിവസം കൊണ്ട് പോവേണ്ട സ്ഥലം നിങ്ങൾ പോകണ്ട, അവിടെ നിൽക്കുക, 40 ദിവസം കഴിയട്ടെ. അതാണ് പ്രശ്നം. ഇപ്പം കിട്ടേണ്ട അനുഗ്രഹം വിശ്വസിക്കാത്തത് കൊണ്ട്, ഭയപ്പെട്ടത് കൊണ്ട് 40 വർഷം കഴിഞ്ഞു അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷേ വിശ്വസിച്ച് നിന്ന ഈ കാലേബിനോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരും. നീ ഇന്ന് ഇവിടെ വിശ്വസ്തനായി നിന്നതുകൊണ്ട് നിനക്ക് ഹെബ്രോൻ മല ഞാൻ അവകാശമാക്കി തരും. ഈ ഹെബ്രോൻ മലയിലാണ് ഇസ്രായേലിൻ്റെ ശക്തനായ രാജാവായ ദാവീദ് അധികാരം ഉറപ്പിക്കുന്നത്. ഈ ഹെബ്രോൻ മലയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ പിതാക്കന്മാർ അടക്കപ്പെട്ടത്. അബ്രഹാം, ഇസഹാക്ക് തുടങ്ങി ഗോത്ര പിതാക്കന്മാർ അടക്കപ്പെട്ട ഹെബ്രോൻ മല, ദൈവ സാന്നിധ്യമുള്ള ആ സ്ഥലം അവിടെ കാലേബിന് അവകാശമായി കൊടുത്തു. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ദൈവത്തെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ 40 വർഷം കഴിഞ്ഞായാലും നിങ്ങൾക്ക് വച്ചിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിനും ദൈവം തരും. വിശ്വസിക്കാത്തവർ അത് കാണില്ല. ആ തലമുറ കാണാതെ അടുത്ത തലമുറ അത് കണ്ടു. മറന്നു പോകരുത്. നമ്മുടെ തലമുറയിൽ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളെ ഇവൻ വെട്ടിക്കളയും. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണേണ്ടത് നിങ്ങൾ കാണില്ല. ആര് കാണും? നിങ്ങളുടെ മക്കൾ കാണും. നിങ്ങൾ കാണില്ല, നിങ്ങളുടെ മക്കൾ കാണും. നമ്മളെ തകർത്ത് കളയും ഇവൻ. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി നിരാശ കൊണ്ടിട്ട് നിങ്ങളെ പേടിപ്പിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു എന്തു പറയാം, നിങ്ങളെ അങ്ങ് ഡൗൺ ആക്കി കളയും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ആര് വേണം? ഈ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വേണമെന്ന് പറയുന്നത്. പൗലോസോട് ദൈവം പറയുന്നത്, നീ പേടിക്കണ്ട, നിരാശപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ശക്തി നിനക്ക് അത് മതി. അത് ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ നിന്നെ തികവുള്ളവനാക്കും. നിരാശപ്പെടണ്ട. എപ്പോഴും ഓർത്തുകൊള്ളണം. എപ്പോഴും നിരാശ വന്നാലും ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. 2 തിമോഥെയോസ് 1-ാം അധ്യായം 7-ാം വചനം. 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാനായി ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഭയവും നിരാശയും ഒക്കെ മാറ്റി നമ്മളെ ശക്തീകരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല. ഈ വചനം നിങ്ങൾ ഓർക്കണം. നമ്മുടെ ഉള്ളിലുള്ളത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, പകരം എന്താണ്? ശക്തിയുടെ ആത്മാവാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ദൈവമാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. 2 സ്നേഹത്തിൻ്റെ ആത്മാവ്. നിങ്ങൾക്കെല്ലാവരെയും സ്നേഹിക്കാനായിട്ട് കഴിയണം. പിന്നെയോ സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. ഇതെപ്പോഴും ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ഇത് നിറഞ്ഞിരിക്കണം. നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന പരിശുദ്ധാത്മാവിന് ഈ 3 പ്രത്യേകതകളുണ്ട്. ആര് നിങ്ങളെ ഡൗൺ ആക്കിയാലും, ആര് നിങ്ങൾക്കെതിരെ നിരാശ വാക്ക് പറഞ്ഞാലും നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് ആര് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും, ഇത് ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. മുൻപോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കൂടെ ഉണ്ട്. ഇതാണ് ശക്തി എന്ന് പറയുന്നത്. 2-ാമത്തത്, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകും. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ആരോടും വൈരാഗ്യം ഉണ്ടാകില്ല, പേടി വരില്ല, നിരാശ വരില്ല. 3-ാമത്, സുബോധമുണ്ടാകും. സുബോധം, നല്ല സുബോധത്തിൻ്റെ ആത്മാവാണ് നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ളത്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ മറ്റവൻ കയറിയിട്ട് ഇത് 3ഉം നഷ്ടപ്പെടുത്തി കളയും. ഒന്ന് പറയും, നിങ്ങൾ ശക്തരല്ല,
നീ അശക്തനാണെന്ന് പറയും, നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ കഴിവില്ല എന്ന് ഏതെങ്കിലും ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടിട്ട് തരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ പറയണം, എൻ്റെ അപ്പൻ്റെ ശക്തി എൻ്റെ മേലുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യും. ആ ശക്തി നിങ്ങളോട് ഏറ്റെടുക്കണം. രണ്ടാമത്, ഇവൻ ആരെയും സ്നേഹിക്കാൻ സമ്മതിക്കില്ല. ചില വീട്ടുകളിൽ അപ്പനും അമ്മയും തമ്മിൽ മിണ്ടില്ല. മനസ്സിലാക്കിക്കൊള്ളണം. അപ്പനും അമ്മയും തമ്മിൽ മിണ്ടുന്നില്ല എങ്കിൽ അതിനൊരു ജഡീക റീസൺ അല്ല ഉള്ളത്, അതിനുള്ളിൽ ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ട്. മക്കളും അപ്പനും അമ്മയും തമ്മിൽ എന്നും വഴക്കാണ്. ചില വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കളുമായിട്ട് എന്നും വഴക്കാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, പഠിക്കാൻ പിടിച്ച് മക്കളെ മുന്നിലിരുത്തി കഴിഞ്ഞാൽ അപ്പോൾ വഴക്കുണ്ടാകും. കൊച്ചു കുഞ്ഞായിരിക്കും, ചിലപ്പോൾ 2 ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരിക്കും. ഈ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ പിടിച്ചിരുത്തിയിട്ട് ഒരു കാര്യം പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മുടെ കുഞ്ഞാണ്. പക്ഷേ നമ്മൾ തിരിച്ചറിയണം എന്താണ് അതിൻ്റെ റീസൺ എന്ന് നമ്മൾ തിരിച്ചറിയും. മൂന്നാമത്, സുബോധം. ചില മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കാര്യമില്ലാതെ തല്ലും. വീട്ടിൽ ആരോടെങ്കിലും തീർക്കേണ്ട ദേഷ്യം ഭർത്താവിനെ തല്ലാൻ പറ്റാത്തത് കൊണ്ട് ആരെ തല്ലും? കൊച്ചു പിള്ളേരെ തല്ലും. ഞാൻ കണ്ടിട്ടുണ്ട്, കൊച്ചു മക്കളെ പിടിച്ച് നിർത്തി തല്ലും. വീട്ടിലെ അമ്മായി അപ്പനോട് അമ്മായി അമ്മയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത് ഈ കുഞ്ഞിനെ മുന്നിൽ നിർത്തി പറയും. സുബോധം നഷ്ടപ്പെടും. ചില പുരുഷന്മാരെ എനിക്കറിയാം. ഞാനൊരു ദിവസം വീട്ടിൽ പോയപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ പൊട്ടിക്കിടക്കുന്നു. ഗ്ലാസ് കൊണ്ടുള്ള ഡൈനിങ് ടേബിൾ അറിയാമല്ലോ, ഒരു 8 mm ഗ്ലാസിന് മേളിൽ വരും. മനോഹരമായ ഓവൽ ഷേപ്പിലുള്ള ഒരു ഡൈനിങ് ടേബിൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഈ ഡൈനിങ് ടേബിളൊക്കെ പൊട്ടിക്കിടക്കുന്നു? അപ്പോൾ ചേട്ടനൊന്ന് ബലം പ്രയോഗിച്ചതാന്ന് പറഞ്ഞു. മനസ്സിലായോ? ചേട്ടന് ചേച്ചിക്ക് ബലം പ്രയോഗിക്കാൻ പറ്റില്ല, ചേച്ചി തിരിച്ചെടുത്ത് ചെവരിൽ വയ്ക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഗ്ലാസ്സിലെ അങ്ങ് അടിച്ചു പൊട്ടിച്ചു. സുബോധം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുകയാണ്. കൈയൊക്കെ മുറിഞ്ഞ് ഇവിടുന്ന് രക്തം ഒലിച്ച് തടവി ഇരിക്കുന്നു. ആണ് നഷ്ടപ്പെട്ടത്? സുബോധം. കുടുംബജീവിതത്തിനുള്ളിൽ സ്നേഹം ഉണ്ടാകേണ്ട സമയത്ത് ഇവൻ എന്ത് ചെയ്യും? സുബോധം നഷ്ടപ്പെടുത്തി കളയും. എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ബോധം വരുന്നത്, അയ്യോ ഇതെൻ്റെ ഭാര്യ ആയിരുന്നല്ലോ, അയ്യോ ഇതെൻ്റെ ഭർത്താവായിരുന്നല്ലോ, എൻ്റെ കുഞ്ഞായിരുന്നല്ലോ, ഞാനിത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ സുബോധം ചില സമയത്ത് നഷ്ടപ്പെടുത്തി കളയും. വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ നോക്കണം. അങ്ങനെ സുബോധത്തിൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കണം. ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് പറയും, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നിങ്ങളുടെ വീട്ടിലെ പപ്പയോ മമ്മിയോ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങളുടെ മക്കളോ ഒന്നും നിങ്ങളുടെ ശത്രുക്കളല്ല. ഈ ഒരു കോൺസെപ്റ്റ് ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്, അതെപ്പോഴും ഓർക്കണം. നിങ്ങളുടെ അയൽക്കാർ നിങ്ങളുടെ ശത്രുക്കളല്ല. മനസ്സിലായോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ ശത്രുവല്ല. നമ്മളതിന് സ്പിരിച്വലി റീഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിലൊരു ദൈവസ്നേഹം കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. 5ാമത്തെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു പോയി. അവൻ എന്ത് ചെയ്യും? കുറ്റം ആരോപിക്കും. ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? കുറ്റം ആരോപിക്കും. ആർക്കെതിരെ? ഒരു പുരോഹിതനെതിരെ. ആ പുരോഹിതനെതിരെ കംപ്ലീറ്റ് ആയിട്ട് കുറ്റം ആരോപിക്കും. അതാണ് 5ാമത്തെ പ്രത്യേകത. ഞാൻ ഇന്നലെ പറഞ്ഞത് കൊണ്ട് അത് പറയുന്നില്ല. 6ാമത്തെ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൽ അവൻ പാപങ്ങൾ കൊണ്ട് നിറയ്ക്കും. എവിടെയാണ് ഈ പാപങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം. 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം ശ്രദ്ധയോടെ കേൾക്കണമേ. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. ചോദ്യം, ആരോടാണ് ഇത് പറയുന്നത്? ആരോടാണ്? ഭാര്യ ഭർത്താക്കന്മാരോടാണ് ഇത് പറയുന്നത്. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ അകന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ അവൻ പരീക്ഷിച്ച് കളയും. മനസ്സിലായോ? ഭാര്യ ഭർത്താക്കന്മാർ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അകന്ന് പൊയ്ക്കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി കളയും. പറയും, ഇനി നീ ജീവിക്കണ്ട, അയാളുടെ കൂടെ ജീവിക്കണ്ട. ആ മനുഷ്യനോട് പറയും, ഇവളെക്കാൾ നിനക്ക് മറ്റൊരു നല്ലൊരു ആളിനെ കിട്ടും, ഈ കുട്ടിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, മറ്റൊരാളിന് നോക്കാം. അങ്ങനെ ചിന്തകൾ കൊണ്ടിട്ട് ഈ കുടുംബ ജീവിതത്തെ അവന് സ്പ്ലിറ്റാക്കി തരും. നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം കൂടെ അരച്ച് കലക്കി നിങ്ങൾ 2 ആക്കി തരും.
അതുകൊണ്ടാണ് പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഭാര്യയും ഭർത്താവും കുടുംബമായിരുന്ന് പ്രാർത്ഥിക്കണം. അതിനെ അവൻ തകർക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കണം. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി, പക്ഷേ വീണ്ടും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അവൻ അവിടെ കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആ കോപം അടുത്ത ദിവസത്തേക്ക് വച്ചേക്കരുത്. നിങ്ങൾ അതിനെ പരിഹരിച്ച് ഒന്നായിട്ട് പോകണം. ജീവിതത്തെ അവൻ തകർത്ത് കളയും, ജീവിതത്തെ അവൻ അറ്റാക്ക് ചെയ്ത് കളയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പാപത്തിലേക്ക് അവൻ കൊണ്ടുപോകുമെന്നത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഒരു കാര്യം കൂടെ, 2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയും. അവൻ നമ്മളെ വഞ്ചിച്ച് കളയും. അവൻ വഞ്ചകനാണ്. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് അവൻ നിറച്ചിട്ട് പറയും ഇത് സത്യമാണെന്ന് പറയും. 1 തിമത്തിയോസ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. തിമത്തിയോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ഫോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. മനസ്സിലായോ? ഫോഷ്ക് കൊണ്ട് നിറയ്ക്കും. തെറ്റായ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. തെറ്റായ കാര്യങ്ങളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ തൊട്ട് താഴോട്ട് നോക്കിയാൽ അവർ വിവാഹം വിലക്കും. ഇന്ന് പല വീടുകളിലും പിള്ളേർക്ക് കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമില്ല. കല്യാണം കഴിച്ചാൽ തന്നെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഒരു പ്രധാന പത്രത്തിൽ നിങ്ങൾ കണ്ടായിരുന്നോ, കേരളത്തിൽ വിവാഹമോചനങ്ങളുടെ എണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്തവർ കൊടുത്തിരിക്കുകയാണ്. ആയിരങ്ങളൊന്നുമല്ല, 10,000-ങ്ങൾക്ക് മുകളിലാണ് ഓരോ വർഷങ്ങളിലും നമ്മുടെ നാട്ടിൽ, കേരളത്തിലെ വിവാഹമോചനങ്ങൾ. പറയുന്നത് അവർ വിവാഹം വിലക്കും. മനസ്സിലായി? വിവാഹ ബന്ധത്തെ അവർ തകർത്ത് കളയും. കാരണം കർത്താവ് ഈ ലോകത്തെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഏതിലൂടെയാണ്? വിവാഹമെന്ന വിശുദ്ധ കൂദാശയിലൂടെയാണ്. കർത്താവ് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് അനുയോജ്യമായ ഒരു തുണയെ കൊടുക്കും. അവർ മേലാൽ 2 അല്ല, അവർ ഒന്നത്രേ. ഈ കുടുംബത്തിൽ നിന്നാണ്, ഒരു ഫാമിലിയിലൂടെയാണ് ദൈവം ലോകത്തെ അനുഗ്രഹിക്കാനായിട്ട് ഒരു ക്രമം ഉണ്ടാക്കി വച്ചിട്ടുള്ളത്. കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വരുമ്പോഴും അതിന് പിന്നിൽ ഒരു ഫാമിലിയെയാണ് ദൈവം സെറ്റ് ചെയ്തിട്ടുള്ളത്. കർത്താവ് 1-ാമത്തെ തൻ്റെ അടയാളം കാണിക്കുന്നതും കാനാവിലെ കല്യാണത്തിലാണ്. ഫാമിലിക്ക് കർത്താവ് കൊടുക്കുന്നത് വളരെ പ്രാധാന്യമാണ്. പക്ഷേ പിശാച് ചെയ്യുന്നത് പറയും, നീ സെയിം സെക്സ് മാരേജിലോട്ട് പൊയ്ക്കോ. അതിനെന്താണ് തെറ്റ്? പല രാജ്യങ്ങളും ദൈവസ്നേഹത്തിൽ നിന്ന് വീണു പോയത് ഈ ഒരു കാരണം കൊണ്ടാണ്. ദൈവം പറഞ്ഞതിനെ അവർ തീർത്തും തിരിച്ചു പറയുകയാണ്. പെൺകുട്ടികൾ പറയുകയാണ്, എന്തിനാണ് വിവാഹം? 2 ദിവസം കഴിയുമ്പോൾ പിരിയാനാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിച്ചാൽ പോരെ? എനിക്കൊരു ജോലി കണ്ടെത്തി ഒറ്റയ്ക്ക് താമസിച്ചാൽ പോരെ? ഇനി കുഞ്ഞിനെ വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് നമുക്ക് വളർത്താമല്ലോ. എന്തിനാണ്? വൈ മാരേജ്? ഇതാണ് ചോദ്യം. ഈ ചിന്തകൾ കൊണ്ടിട്ട് പിശാച് നിങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നെക്സ്റ്റ് ഒരു ജനറേഷൻ ദൈവത്തിന് വേണ്ടി കൊടുക്കാനായി നിങ്ങളുടെ വീട്ടിലുണ്ടാകില്ല. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകില്ല. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്ര ഗൗരവത്തോടെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പല വീടുകളിലും തലമുറയുന്നില്ല, മക്കളില്ല. നിങ്ങൾക്കറിയാമോ, പല വീടുകളിലും കല്യാണം കഴിഞ്ഞാൽ ആരില്ല? കുഞ്ഞുങ്ങളില്ല. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന നിരവധി ദമ്പതിമാരുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ല. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുകയാണ്, കുഞ്ഞുങ്ങളില്ലാതെ. അപ്പോൾ തലമുറ ഇല്ലാതിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുമ്പോൾ, ദൈവത്തിന് അടുത്ത തലമുറയിൽ ആ വീടിനെ അനുഗ്രഹിക്കാനായിട്ട് ഒരു ജനറേഷനെ ഇല്ലാതാക്കുകയാണ് പിശാച്. ഒരു ജനറേഷനെ ഇല്ലാതാക്കി കളയും. ഈ ചിന്തകൾ കൊണ്ടിട്ട് നമ്മുടെ കുടുംബത്തിന് അടുത്ത ജനറേഷനിലേക്ക് ദൈവസ്നേഹം എത്താത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് കളയും, കുഞ്ഞുങ്ങളെ തരാതെ. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്, അത് ഉദരഫലമാണ്. ദൈവത്തിൻ്റെ ഭക്തനായ പുരുഷൻ തൻ്റെ ആവനാഴിയിൽ മക്കളുടെ സമ്പത്ത് നേടി അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവം നമുക്ക് വച്ചിട്ടുള്ളതാണ് നമ്മുടെ മക്കൾ. ഇത് ആര് തരില്ല? ഏതെങ്കിലും തെറ്റുകളിലൂടെ നമുക്കുള്ളിൽ ഒരു ഹോൾ വീണ് കഴിഞ്ഞാൽ ഇവൻ അവിടെ കയറി നിന്നിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, നമുക്ക് ദൈവസ്നേഹമുള്ള മക്കളെ കിട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. പാപത്തിലേക്ക് നമ്മളെ നയിക്കും. ഈ പാപത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ, പലരും ഈ പാപത്തിൽ വീണതിന് ശേഷമാണ് പലർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്ത്
ഈ ലോകത്തിൻ്റെ തിന്മകളിലേക്ക് പോയി ഈ ലോകത്തിൻ്റെ തിന്മകളെല്ലാം കണ്ട് ഈ ലോകത്താൽ നിങ്ങളെ അശുദ്ധമാക്കിയതിന് ശേഷമാണ് നിങ്ങളിൽ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചു വരുന്നതെങ്കിൽ ആ കുഞ്ഞിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള അഴുക്ക് കയറിയിരിക്കും. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കണേ, ഈ യവന മക്കളോടാണ് എനിക്ക് നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളെ പരമാവധി അശുദ്ധമാക്കാൻ ആര് ശ്രമിച്ചിരിക്കും? പിശാച് ശ്രമിച്ചിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, ദൈവ സ്നേഹത്തോട് ചേർന്ന് നിൽക്കണം. വിവാഹത്തിന് മുൻപ് ഒരു തിന്മയിലേക്ക് നമ്മൾ പോയി ചേരരുത്. അങ്ങനെ തിന്മയിലേക്ക് നമ്മൾ എത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിൽ ജനിക്കുന്ന മക്കൾക്ക് ജനറേഷനിൽ തന്നെ ഈ തിന്മ അങ്ങോട്ട് പിശാചിൻ്റെ വേഗത്തിൽ എത്തിക്കാനായിട്ട് കഴിയും. പിന്നീട് ആ കുഞ്ഞിനെ തിരിച്ച് വലിച്ചെടുക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ പിശാച് ആ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കും. പ്രത്യേകിച്ച് ഈ യവന മക്കളെ തൊട്ടുകളെയും യവന മക്കളുടെ ഉള്ളിൽ തിന്മകൾ കൊണ്ട് നിറയ്ക്കും. കണ്ണുകളിലൂടെ ജീവിതത്തിലൂടെ അരുതാത്ത തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആരാണ്? ഫോഷ്കിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നിറയ്ക്കും. സത്യം പറഞ്ഞു കൊടുത്താലും ഇവർ പറയും, എന്താണ് ലോകം പറയുന്നതാണ് ശരി എന്ന് പറയും. വചനം പറയുന്നതാണ് ശരിയെന്ന് പറയും അല്ല, ലോകം പറയുന്നത് ഇങ്ങനെയാണെന്ന് പറയും. വചനമെടുത്ത് നമ്മൾ പറയുമ്പോൾ അവർ പറയും മെഡിക്കൽ സയൻസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് മക്കൾ കിട്ടുമായിരുന്നു, അല്ലേ? എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സുകൾ ധാരാളമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ ദൈവം തന്നു. അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിക്കാനും ഞങ്ങൾ വൈഫിനെ കാണിക്കാനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത്, ഈ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ധാരാളം ദമ്പതിമാർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പല സ്ഥലത്തു നിന്നും വരികയാണ്. പല സ്ഥലത്തു നിന്നും. ഞാൻ പറയുന്നുള്ള കാരണം അവരുടെയൊക്കെ ഒരു സങ്കടം കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അതിൽ ഒരമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, അവരുടെ വീട് നമ്മുടെ നാഗർകോവിലിന് അടുത്താണ്. അവർ പറഞ്ഞു അവർക്ക് കുഞ്ഞുങ്ങളില്ല, അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയ രീതിയാണ് അവർ പറഞ്ഞത്. അവരുടെ മകള് വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോൾ മക്കളില്ലാതിരുന്നപ്പോൾ ആ അമ്മയോട് ദൈവം ഉള്ളിൽ പറഞ്ഞു പോലും ആ അമ്മ തൻ്റെ മകളെയും കൂട്ടിയിരുത്തി ആ ദേശത്ത് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു പോലും. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഇവർ കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, പല പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയില്ല. പക്ഷെ 13 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഇവരോട് ദൈവം പറഞ്ഞു, ആ ദേശത്ത് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അന്ന് മുതൽ ആ അമ്മയും ആ മകളും മകളുടെ ഭർത്താവും അവരെന്നോട് പറഞ്ഞതാണ്, CSI സഭയിലെ അംഗങ്ങളാണ്. അവർ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് ഇവർ 3 പേരും കൂടെ മക്കളെ കിട്ടാനായിട്ട്, അവർക്ക് മക്കളെ കിട്ടാനല്ല, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി അവരിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 8-9 മാസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ തനിയെ ഗർഭിണിയായി. എൻ്റെ ഭാര്യ പ്രസവിച്ച ആ കുഞ്ഞിന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞിന് ജനിക്കുന്നത്. അപ്പോൾ അവർ ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് പറയുകയുണ്ട്, ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിശാച് ഇതുപോലെ പല തടസ്സങ്ങളും കൊണ്ടിടും. പക്ഷെ ദൈവം നമുക്ക് അതിൽ നിന്ന് കയറി വരാനായിട്ട് ചില ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വീട്ടിലേക്ക് വരുന്ന അനുഗ്രഹം ദൈവം തുറന്നു തരും. നിങ്ങളുടെ വീട്ടിലെ അനുഗ്രഹത്തെ ദൈവം തുറന്നു തരും. നമ്മളത് ആഗ്രഹിക്കണം. പ്രത്യേകിച്ച് കല്യാണം കഴിയാൻ പോകുന്ന എല്ലാ മക്കളോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഇതൊരു ദൂതായിട്ട് എടുക്കണം. ദൈവം തരുന്നൊരു ദൂതാണ്. ദൈവാത്മാവിൻ്റെ അഭിഷേകമുള്ള മക്കൾ നിങ്ങൾക്ക് ജനിക്കാനായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അനോയിൻറ്റിംഗ് ആയിട്ട്, അന്ത്യകാല അനോയിൻറ്റിംഗ് ഉള്ള, എൻഡ് ടൈം അനോയിൻറ്റിംഗ് ഉള്ള മക്കൾ നിങ്ങളിലൂടെ ജനിക്കാനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളിലൂടെ ജനിക്കുന്ന മക്കൾ നിങ്ങളെക്കാൾ 10 മടങ്ങ് അഭിഷേകമുള്ള മക്കളായിരിക്കും. അവരെ തൊടാനായി ഈ സാത്താൻ ഏത് ഭോഷ്ക് കൊണ്ടുവന്നാലും ഈ അന്ത്യനാളുകളിൽ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, അന്ത്യനാളുകളിൽ ഞാൻ നിങ്ങളുടെ യവനക്കാരുടെ മേൽ എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്. നിങ്ങളുടെ യവനക്കാരുടെ മേൽ, ബാല്യക്കാരുടെ മേൽ നിങ്ങൾക്ക് വലിയൊരു റോളുണ്ട് അടുത്ത ജനറേഷനിന് വേണ്ടി. അത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇനി ഒരു കാര്യം കൂടെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ സാത്താൻ ചെയ്യുന്നത്, അവൻ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തും. എന്തിനെ തടസ്സപ്പെടുത്തും? ദൈവ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തും. വായിക്കാം, 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ
ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ. ആരാണ് പറയുന്നത്? പൗലോസ് പറയുന്നു, പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വരാനായി ആഗ്രഹിച്ചു, സുവിശേഷ ഘോഷണത്തിന് വരാനായി ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. കണ്ടോ, സാത്താൻ എന്തിനു തടഞ്ഞു കളയും? സുവിശേഷ ഘോഷണത്തെ അവൻ തടഞ്ഞു കളയും. നിങ്ങൾ കർത്താവിന് വേണ്ടി, സുവിശേഷ ഘോഷണത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിയാൽ അവൻ അതിനെ ബ്ലോക്ക് ചെയ്യും. ഒരു ദേശത്ത് ഒരു അച്ഛൻ്റെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ആ ദേശത്തിൻ്റെ അരൂപി ആ അച്ഛൻ്റെ ശുശ്രൂഷകൾക്കെതിരെ, അല്ലെങ്കിൽ ആ ദേശത്തിലെ ശുശ്രൂഷകനെതിരെ അവൻ എന്തു ചെയ്യും? തടസ്സവാദം ഉന്നയിക്കും. സത്യമാണത്, വളരെ സത്യമാണ്. നല്ല രീതിയിൽ എവിടെയെല്ലാം ശുശ്രൂഷ നടക്കുന്നോ അതിനെ അവൻ തടയും. പൗലോസ് പറയുകയാണ്, ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ ദൈവത്തിൻ്റെ ഭൃത്യനാണ് പൗലോസ് പറയുകയാണ്, എന്നെ വരെ അവൻ തടഞ്ഞിട്ടുണ്ടെന്നാണ്. കേട്ടോ, പൗലോസ് എന്നെ വരെ അവൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, സുവിശേഷം പറയാതിരിക്കാൻ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ അവൻ ബ്ലോക്ക് ചെയ്യാതിരിക്കുമോ? തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്യും. നിങ്ങളിലൂടെ ഒരു വ്യക്തി രക്ഷപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങളെ അവൻ കണക്ട് ചെയ്യില്ല, നിങ്ങളെ അവൻ മാറ്റിക്കളയും. ഒരു വ്യക്തി നിങ്ങളിലൂടെ രക്ഷപ്പെടുമെന്ന് അവന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് അവൻ മാറ്റിക്കൊണ്ട് പോകും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെ രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത് ഒന്ന് ഓർക്കാമോ? ഒന്നാമത് പറഞ്ഞത് എന്ത് കൊണ്ടുവരും? കഷ്ടതയോ രോഗമോ ഒക്കെ കൊണ്ടുവരും. രണ്ടാമത്തത് പ്രലോഭനം കൊണ്ടുവരും. മൂന്നാമത്തത് ചിന്തകൾ കൊണ്ടുവരും. ഭയവും നിരാശയും കൊണ്ടുവരും. പിന്നെയോ നമുക്കെതിരെ കുറ്റം ആരോപിക്കും. നമ്മളെ പാപത്തിലേക്ക്, കുടുംബജീവിതത്തെ, വ്യക്തിജീവിതത്തെ, തലമുറകളെ പാപത്തിലേക്ക് നയിക്കും. പാപത്തിൽ മക്കളെ ജനിപ്പിക്കാനായിട്ട് നമ്മളെ നിർബന്ധിപ്പിക്കും. പിന്നെയോ വഞ്ചന കൊണ്ടുവരും, ഫോഷ്ക്ക് പറഞ്ഞ് കൊണ്ടുവരും, എല്ലാം തെറ്റാണെന്ന് പറയും. ഒടുവിൽ ദൈവ ശുശ്രൂഷയെ അവൻ തടസ്സപ്പെടുത്തും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെ നിൽക്കണമെന്നതാണ് ഇനി നമ്മൾ ആ ഭാഗത്തിലേക്ക് വന്നാൽ മനസ്സിലാക്കും. നമുക്കിനി നമ്മൾ തുടങ്ങിയ ഭാഗത്തേക്ക് വരാം. ഏതാണ് നമ്മുടെ ഭാഗം? 2 കൊരിന്ത്യർ 12-ാം അധ്യായം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇതാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ യേശു നമുക്ക് നൽകിയത് ഈ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് ഒരു വാക്കാണ്. അതാണ് അദ്ദേഹത്തോട്, പൗലോസിനോട് പറയുന്നത്. ദൈവത്തോട് ഞാൻ ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചു, ഈ പ്രതിസന്ധിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദൈവം കൊടുത്ത മറുപടി ഇതാണ്, എൻ്റെ ശക്തി നിന്നെ ബലഹീനതയിൽ തികഞ്ഞവനാക്കും. അപ്പം നമ്മൾ ഒന്നാമത് ഏറ്റെടുത്ത് പോകേണ്ടത് ഇന്നത്തെ ഗിഫ്റ്റാണ്, അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ ബലഹീനതയിൽ തികഞ്ഞവനാക്കും. പറഞ്ഞേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ ബലഹീനതയിൽ തികഞ്ഞവനാക്കും. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കൃപ നിനക്ക് മതി. വേറെ ഒന്നും നോക്കണ്ട, ദൈവത്തിൻ്റെ കൃപ നിനക്ക് മതി. ഈ കൃപ ആരേറ്റെടുത്തു? ഞാൻ ഹന്നയെക്കുറിച്ച് പറഞ്ഞു. ഹന്ന ഓർമ്മയുണ്ടല്ലോ? ഹന്ന പറഞ്ഞു, ദൈവമേ നിൻ്റെ കൃപ എനിക്ക് മതി, എനിക്ക് കഷ്ടതയുണ്ട്, പക്ഷേ നിൻ്റെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കയറി പോകാനായിട്ട് സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. എനിക്കൊരു പ്രശ്നമുണ്ട്, പക്ഷേ എൻ്റെ ദൈവം എന്ത് ചെയ്യില്ല? എന്നെ തള്ളിക്കളയില്ല. എനിക്കൊരു കുറവുണ്ട്, പക്ഷേ എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയും. ആ കുറവ് എനിക്ക് വച്ചിട്ടുള്ളതാണ്. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. കിട്ടിയോ? നിങ്ങൾക്കൊരു കുറവുള്ളപ്പോൾ തന്നെ ദൈവം നിങ്ങളെ ആരാക്കിയിട്ടുണ്ട്? ശക്തരാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കണം. നമ്മളെ ആരെയും നമ്മളെ അപ്പൻ തള്ളിക്കളയിട്ടില്ല. നിങ്ങൾക്കൊരു കുറവുള്ളപ്പോൾ തന്നെ, നിങ്ങൾക്കൊരു ബലഹീനത ഉള്ളപ്പോൾ തന്നെ നമ്മളെ നമ്മുടെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതാ പറയുന്നത്, ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴും ശക്തരാണ്. നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴും ശക്തരാണ്.